الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين. صدق الله العلي العظيم. أحب الناس إلى الله أنفعهم للناس. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجيل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، فكن ماني من شد الحياة ومن شد الممات ومن إحراق جثماني. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم، واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. വലിയ ആലിമീങ്ങളെ നേതൃത്വവും ഇൽമിയായിട്ടുള്ള വലിയ ബന്ധം ഉള്ള ഒരു റായത്ത് എത്തിപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഈ റായത്തിലുള്ള ഉലമാഅയുടെ നേതൃത്വം ഇൽമിയായ അഭിവൃദ്ധിയും ഖിയാമത്ത് നാളത്തോട് നിലനിർത്തി തരട്ടെ. ഈ റായത്തിന് നേതൃത്വമായിട്ടുള്ള ഖാസിം മദനി ഉസ്താദും അതേപോലെ ഹൈദരി മദനി ഉസ്താദ് പോലെയുള്ള വലിയ വലിയ പ്രഗത്ഭന്മാരായ ആലിമീങ്ങൾ അല്ലാഹു തആല ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. KMJയും KCFും SYSും SSFും കറായത്തെ റായത്തെ ആൽമാർ നടത്തര ഈ മഹത്തായ പ്രോഗ്രാം അല്ലാഹു കബൂലാക്കട്ടെ. അവനു അടുക്കുള്ള ഏറ്റവും വലിയ വസീലയായി അല്ലാഹു ഞങ്ങളെ വക്കൽ സ്വീകരിക്കട്ടെ. കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ മഹാന്മാർ ഞങ്ങളെ ഓർമ്മയാക്കിടതിലെ ഫലം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു കഴിഞ്ഞുപോയ മുർസലീങ്ങളെ കുറിച്ച് സ്വാലിഹീങ്ങളെ കുറിച്ച് അല്ലാഹു തആല ചൊന്നു കൊടുക്കുമ്പോൾ അതിലെ റിസൾട്ട് പഠിപ്പാട്ടിക്കൊടുത്തത് മാ നുസബ്ബിതു ബിഹി ഫുആദക്. തങ്ങളുടെ മനസ്സിന് വലിയൊരു സന്തോഷവും ഒരു ദൃഢതയും തന്റെ ചരിത്രങ്ങൾ നബിയെ നിങ്ങുകുനങ്ങ ചൊന്തണ്ടാണ്. കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളെ ത്യാഗവും ജീവിതവും ഒരു മനുഷ്യക്ക് ഓർമ്മയാക്കി കൊടുക്കുമ്പോൾ അതിലൂടെ ആ മനുഷ്യരെ മനസ്സിന് വലിയ ഭദ്രതയും ദൃഢതയും സംതൃപ്തിയും സമാധാനവും ലഭിക്കുക സാധിക്കണം. മുഅ്മിനീങ്ങൾക്ക് അത് വലിയൊരു ഉപദേശമായിട്ടും
ദീനിക പ്രവർത്തിക്കുള്ള ഏറ്റവും വലിയ പ്രേരണമായിട്ട് അല്ലാഹു തആല അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ലോകത്തിൽ വെച്ചിട നഗണ്ട് അനുസ്മരിച്ചുകൊണ്ടുള്ള സുൽത്താനുൽ ഹിന്ദ് ഖാജാ ഗരീബ് നവാസ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ, അതുപോലെ ഈ റായത്തിന് വലിയ വെളിച്ചം തന്നെ സയ്യിദുന വസനദുന താജുൽ ഉലമായി നവ്വറല്ലാഹു മർഖദഹു, അതുപോലെ ഇൽമുടെ വെളിച്ചം വലിയ ആലിമീങ്ങൾക്ക് എത്തുപാട്ടിക്കൊടുത്ത ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദഹു, ആ മഹാന്മാരുടെ അനുസ്മരണ വേദിയിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. എന്ത് കാണങ്ങൾ അനുസ്മരിക്കടെ അങ്ങളെ തെറു ചെറുതായ നിലക്കെങ്കിലും ഫോളോ അപ്പ് ആക്കുകയാണ്. അങ്ങ് ജീവിതത്തിൽ കാട്ടിത്തന്നെ മാതൃകാപരമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതെവിടെയും തപ്പാണ്ട് അതിലെവിടെയും ചുത്തിങ്ങ പറയാണ്ട് ജാഗ്രതാക്കുകയാണ്. ആ മഹാന്മാരെ ഞങ്ങൾ സ്മരിക്കടെ. ഞങ്ങളുടെ ജീവിതം എങ്ങനെ ഇന്തുണ്ട് കേട്ടെങ്കിൽ മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കിയയിൽ പടിപാട്ടിയതുപോലെ ആഖിറത്ത് ആലിമീങ്ങായിട്ട് ഇന്നറങ്ങാം. അഇമ്മത്തിൻ കശ്ശാഫിഈ വനഹ്വിഹി കനൂ അലാ സിത്തി ഖിസാലിൻ കുമ്മലാ. ഷാഫിഈ ഇമാമുടെ പോലോത്ത വലിയ വലിയ ആലിമീങ്ങ ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കാട്ടുക മാത്രം പാലസിംഗം ബംഗലങ്ങം സമ്പത്തുങ്ങം അന്തസ്സുങ്ങം സ്ഥാനങ്ങം മാനങ്ങം ഇത് ജീവിതത്തിൽ അതിരെ മാത്രം അങ്ങ് കാട്ടാണ്ട് ഈ ലോകത്തങ്ങ് കാട്ടിത്തന്ന ഏറ്റവും വലിയ മാതൃക ഉണ്ട്. കനു അലാ സിത്തി ഖിസാലിൻ കുമ്മലാ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കാട്ടിത്തന്ന പ്രധാനമായ 6 കാര്യങ്ങൾ അതാണ് ഞങ്ങളെ പിന്നെ വന്ന ഓരോ ആലിമീങ്ങും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കാട്ടിത്തന്ന് അതിരെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പിന്നെ ഞങ്ങൾ പഠിപ്പാട്ടിത്തണ്ട്. ഒരു മനുഷ്യയുടെ ജീവിതത്തിൽ 6 കാര്യം ഒരുമിച്ച് കൂടിത്തീണ്ട് കണ്ടെങ്കിൽ ഉഖ്റവിയായ ആലിമാവലോട് കൂടെ ഈ ലോകത്ത് ഏറ്റവും വലിയ മാതൃകാ പുരുഷനായി അവന് തീർറ. ഏതാണ് 6 കാര്യങ്ങൾ? സുഹുദുൻ സ്വലാഹുൻ വൽ ഇബാദത്തു ഇൽമുഹും ബിഉലൂമി ഖുബാന ഫിആത്തിൽ ലിൽമലാ വകദൽ ഫഖാഹത്തു ഫി മസാലിഹി ദീനിനാ വഇറാദത്തുൻ ബിതഫഖുഹിൻ റബ്ബൽ ഉലാ. ഒന്നാമത്തെ കാര്യമാണ് ആ മഹാന്മാർ കൊണ്ടായിത്തീർന്നത് സുഹുദാണ്. ലോകത്ത് വലിയ ഇൽമായി ജീവിക്കട മഹാന്മാർ അങ്ങ് എല്ലാ സമ്പാദിക്കട തെറുങ്ങ ഇന്നിട്ട് പോലും കൊടുക്കുള്ള ആൽമാർ ഇന്നിട്ട് പോലും ഉല്ലസിക്കുള്ള ടൈമുങ്ങ ഇന്നിട്ട് പോലും ദുനിയാവുടെ എല്ലാ സുഖങ്ങളും നേടുള്ള സൗകര്യങ്ങളും അവകാശങ്ങൾ ഇന്നിട്ട് പോലും ഈ ലോകത്തങ്ങ് ജീവിച്ച് കാട്ടുന്നത് സുഹുദിലൂടെയാണ്. എന്തരയാണ് സുഹുദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ ഒരു മനുഷ്യൻ വന്ന് കേട്ടിട്ട് ദുല്ലനി അലാ അമലിൻ, നബിയെ നക്കൊരു അമലിന്റെ ಬಗ್ಗೆ നിങ്ങൾ പടിപാടി തർന്നു. ആ അമലാണെങ്കിൽ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹ്, നാണതാക്കെങ്കിൽ പടച്ച റബ്ബു നന്റെ ഇഷ്ടപ്പെടാ. വഹബ്ബനി അന്നാസ്, അതോടുകൂടെ മനുഷ്യന്മാരും നന്റെ ഇഷ്ടപ്പെട്ടു പോവാറ്. മനുഷ്യന്മാർക്ക് മാതൃകയായി തീർற അല്ലാഹു ഇഷ്ടപ്പെട്ടൊരു അമലനക്ക് പടിപാടി തരും നബിയെ. നബി തങ്ങൾ ഷോർട്ടായ മനുഷ്യരുടെ പടിപാടി കൊടുത്തു. ഇസ്ഹദ് ഫിദ്ദുന്യാ,
യുഹിബ്ബകല്ലാഹ്. ദുനിയാവുടെ വിഷയത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവനായി നീന് തീര് എങ്കിൽ യുഹിബ്ബകല്ലാഹ്, അല്ലാഹു നിന്റെ ഇഷ്ടപ്പെട. വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ്, ആൽമാരെ കയ്യിലുള്ള സംഗതിയില്ലേ അവനു തണ്ട ചൊല്ല താല്പര്യങ്ങ ആഗ്രഹങ്ങ നിന്റെ മനസ്സറന്ന് എടുത്തു വിടുമോനെ. യുഹിബ്ബകന്നാസ്, എങ്കിലെല്ലാ മനുഷ്യന്മാരും നിന്റെ ഇഷ്ടപ്പെട്ട കാലം വന്നു പോവും. മഹാനായ ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ചെറിയ ഭാഷയിലാണ് നബി തങ്ങൾ അത് പടിപാടി തന്നെ. അല്ലാഹു തആല നിന്റെ ഇഷ്ടപ്പെടണുണ്ട് കണ്ടെങ്കിൽ ദുനിയാവിടെ മോഹങ്ങം മഹബത്തുങ്ങം നിന്റെ കൽബിട നീ എടുത്ത് കളയണു. ആൽമാറ നിന്റെ ഇഷ്ടപ്പെടണുണ്ട് കണ്ടെങ്കിൽ മനുഷ്യന്മാരെ കയ്യിലുള്ള കുറെ സംഗതിങ്ങയില്ലേ അവന് അത് തറുവാനാ ഓനിത് തറുവാനാ. ഇങ്ങനെ കുറെ മനുഷ്യന്മാരെ മുഖാന്തരം ഞങ്ങൾ ആഗ്രഹിക്കട പല ആഗ്രഹങ്ങളില്ലേ മുഅ്മിനീങ്ങളെ. ഈ ആഗ്രഹങ്ങൾ ഞങ്ങളെ തടയെടുത്ത് കളയുമ്പോ യുഹിബ്ബകന്നാസ്, നിന്റെ മനുഷ്യന്മാർ ഇഷ്ടപ്പെടുവാറ്. ആരാണ് ഈ പലക്കം ചൊന്നുകൊണ്ടുള്ളേ? മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, വഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദ്. ഈ ലോകത്ത് ഏത് മനുഷ്യന്മാർ എന്ത് ചൊന്നിട്ടില്ലെങ്കിലും ആ ചൊന്നതിൽ സ്വീകരിക്കപ്പെടാനായ പലക്കങ്ങയക്കൂ. വമർദൂദ്, ആ പലക്കങ്ങളെ കൂട്ടത്തിൽ സ്വീകരിക്കപ്പെടാത്ത പലക്കങ്ങം കൂടിക്കൂ. പക്ഷേ ഇല്ലാ ഫീ ഖൗലി സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കട നേതാവില്ലേ, ഈ നേതാവിടെ പലക്കത്തിൽ അതുപോലെ തല്ലപ്പെടേ കളവ് ചൊല്ലൊരു പലക്കമില്ല. ആ നേതാവാണ് ഞങ്ങളെ മുന്നിൽ ചൊന്തന്നുകൊണ്ടുള്ളേ. അള്ളാഹുടെ ഇഷ്ടം നിന്റെ എനിക്ക് കിട്ടണ, മനുഷ്യന്മാരെ ഇഷ്ടം നിക്ക് കിട്ടണ. ഇതുപോലെ നീ ജീവിക്കുന്ന ചെന്നിട്ടൊരു മനുഷ്യരുടെ മുന്നിൽ നിബിധങ്ങൾ പടിപാടി കൊടുക്കടൂ. ഇതുപോലെയല്ലേ താജുൽ ഉലമാ ജീവിച്ച് കാട്ടിടേ, ഇതുപോലെയല്ലേ ശംസുൽ ഉലമാ ജീവിച്ച് കാട്ടിടേ, ഇതുപോലെയല്ലേ ഈ ഇന്ത്യത്തെ ഏറ്റവും വലിയ മുസ്ലിമീങ്ങളെ പിന്നാലെ വലിയൊരു പാത്രധാരിയായിട്ടുള്ള സുൽത്താനുൽ ഹിന്ദ് മനുഷ്യന്മാരെ കയ്യിലുള്ളത് ആഗ്രഹിച്ച ആൽമാരല്ല, ദുനിയാവിടെ മോഹിച്ചങ്ങല്ല. സുബ്ഹാനല്ലാഹ്, ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ സ്വാലിഹീങ്ങളെ ചരിത്രം ഇങ്ങനെയാണ്. ഒരു അഅറാബിയായ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് ബസറ ചൊല്ല വലിയ പട്ടണത്തെ തെരുളിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ആ മനുഷ്യൻ കേക്കടമൻ സയ്യിദു ഹാദിഹിൽ ബൽദ, ഈ റായത്തെ നേതാവ് ആരാണ്? ഖീല ലഹു അൽ ഹസനുൽ ബസരി, അയാളുടെ ഒട്ടിക ആൽമാർ ചൊന്നാറ് ഈ റായത്തെ ഞങ്ങളെ നേതാവ് അൽ ഹസനുൽ ബസരിയാണ്. മുഅ്മിനീങ്ങളെ, അൽ ഹസനുൽ ബസരി സയ്യിദു താബിഈന ഫിൽ ഇൽമി, ഇൽമുടെ വിഷയത്തിൽ കഴിഞ്ഞുപോയ താബിഈങ്ങളിൽ നേതാവാണ് സയ്യിദുന അൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ചെറിയ ആളൊന്നുമല്ല, ജീവിതകാലത്ത് 300 സ്വഹാബത്തിനെ കണ്ട മഹാനാണ്. വെറും കണ്ടത് മാത്രമല്ല, അങ്ങളെ മുന്നിൽ ഉദച്ചിട്ട് ഇൽമു പഠിച്ച മഹാനാണ് സയ്യിദുന അൽ ഹസനുൽ ബസരി. സയ്യിദു താബിഈന ഫി സുഹുദി, ദുനിയാവിടെ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ താബിഈങ്ങളിൽ നേതാവുണ്ട്. ആ നേതാവാണ് നബിതങ്ങൾ പടിപാട്ടി തന്ന നേതാവ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ലോകത്ത് വലിയ മാതൃകാ ജീവിതം കാട്ടിയ വലിയ മഹാന്മാരാണ് അൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, യസീദിനെതിരെ പ്രതിഭടനാക്കിയ മഹാനാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ കൊല്ലകു പ്രേരണം കൊടുത്ത് കൊല്ലകുള്ള ആജ്ഞം കൊടുത്ത ആളാണ് യസീദ്. ആ യസീദിനെതിരെ പ്രതിഷേധം നടത്തിയ മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, യസീദ് ഓർഡർ കൊടുത്ത ഹസനുൽ ബസരി എവിടെയെന്നെങ്കിലും അയാളെ തലപാറ് പാട്ടണു,
അയാളെ ഒന്ന് പിടിച്ചു നണ്ട മുന്നലുക്കം പറഞ്ഞു. പട്ടാളം ഇറങ്ങിപ്പോയിട്ട് ഹസനുൽ ബസരിയുടെ തേടിയോണ്ടും ഒരു പള്ളിയുടെ മുന്നിലെത്തിപ്പെട്ടാർ. ഹസനുൽ ബസരി ദർസെടുക്കട പള്ളിയാണത്. പള്ളിയൊന്ന് പട്ടാളം റൗണ്ടപ്പാക്കി നോക്കുമ്പോ ആ പള്ളിയുടെ ഉൾഗം ഖുർആൻ നല്ല ശബ്ദത്തിൽ ഓതൊരു ശബ്ദം കേട്ടുകൊണ്ടുണ്ട്. ആരെ ശബ്ദമാണത്? ഹസനുൽ ബസരിയുടെ ശബ്ദമാണ്. പള്ളിയുടെ ഉൾകൊന്ന് പോയി അറ്റാക്കാക്കുക നോക്കിയാറ്, പക്ഷേ മനുഷ്യരെ കണ്ടില്ല, ഖുർആൻ ഓത്ത് മാത്രമേ കേക്കിടേ. അതേ മിലിറ്ററി ലോക്കായി പോയിട്ട് ഹസനുൽ ബസരി ഇല്ല, ചൊല്ല പോലെ ഇല്ല. എന്തേ? അയാളെ ശബ്ദം കൂടെ കേട്ടോണ്ടുണ്ടു. ഉണ്ടു ചൊല്ലത് പോലെ ഇല്ല. എന്തേ? മനുഷ്യരെ കണ്ടോണ്ടില്ല. ആ ആർമി അവിടെ സ്വതു പോയിട്ട് മുഅ്മിനീങ്ങളെ അതുപോലെയുള്ള വലിയ മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ കുറിച്ചാണ് റായത്തങ്ങ ചൊല്ല. ഞങ്ങളെ നേതാവ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആണ്. ഓരോ റായത്തും അതുപോലെ ഇൽമുടെ വിഷയത്തിലും പക്വതയുടെ വിഷയത്തിലും ചിന്തയുടെ വിഷയത്തിലും നേതൃത്വം അയക്കാണ്ട് ആലിമീങ്ങാണ്. അത് ഞങ്ങളെ റായത്തും അല്ല തന്നത് അള്ളാഹു നിലനിപ്പാട്ടി തരട്ടെ. എന്നിട്ടാണ് ഈ ആറാബിയായ മനുഷ്യൻ കേക്കിടെ. ആരമുന്നലാണ് ബസറത്തെ ആൽമാരമുന്നൽ കേക്കിടെ. വബിമസാദഹും ഈ റായത്തമകു നേതൃത്വം കൊടുക്കുക മാത്രം ഹസനുൽ ബസരിയുടെ കയ്യിലുള്ളത് എന്താണ്? സുബ്ഹാനല്ലാഹ്. ആ കൂടെ നിന്റെ അത് ആൽമാർ ചൊന്നാറ് ലിഅന്നഹു ഇസ്തഗ്നാ അൻ ദുനിയാഹും വഫ്തഖറു ഇലാ ഇൽമിഹി. ബസറാജുള്ള റായത്തില് എത്രമാ വർഷങ്ങളായി ജീവിക്കട മനുഷ്യ ഇണ്ട് തോലു ആൽമാറുമെന്നൊരു കൈനീട്ടിയ ആളല്ല. ഇണ്ട് തോല് മനുഷ്യന്മാരും ഒന്നൊരു കൈനീട്ടിയ ആളല്ല. അതേ ടൈമില് മനുഷ്യന്മാരാ ആ മഹാന്റെ ഇൽമുക എപ്പോഴും ആവശ്യപ്പെട്ട ആൽമാരാണ്. ആലിമീങ് അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ. താജുൽ ഉലമായുടെ ജീവിതം കാലം നോക്കറു നിങ്ങ. എല്ലാരും അപ്പുറാണ് പോണ്ടേ, താജുൽ ഉലമ ഇപ്പുറം പറലില്ല. ഇനി ഇപ്പുറം പണ്ടെങ്കിലാ ഒരു ആത്മീയ മജ്ലിസുകളുടെ നേതൃത്വമാണ്. താജുൽ ഉലമ സ്വന്തം ആവശ്യത്തിന് അപ്പുറം പോയതില്ല, എല്ലാരും അപ്പുറം പോയതാണ്. ഇത് ആലിമീങ്ങളെ ചരിത്രയാണ് മുഅ്മിനീങ്ങളെ. എന്തുകൊണ്ടാണ് ഈ ചരിത്രമോ ഉണ്ടാവൂ സാധിച്ചേ? സുബ്ഹാനല്ലാഹ്. അത് ഏറ്റവും പ്രധാനമായ കാരണം മൻകാന ഹമ്മുഹു ഹമ്മൽ ആഖിറ കഫല്ലാഹു ഹമ്മദ് ദുനിയാ വൽ ആഖിറ. താജുൽ ഉലമായുടെ ഏറ്റവും പ്രധാനമായ മാറ്റർ ആഖിറമായി തീർന്നു. അതേ ടൈമിൽ ഞങ്ങളെ മാറ്ററാ എപ്പോഴും ഞങ്ങളെ വിഷയം എന്തരെ? ഞങ്ങളെ വിഷയം ദുനിയാവ് ഒരു 24 ഗണ്ട ടൈം പഠിച്ചറബനങ്ങോ തന്നിട്ടുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ്സ് അതും നിസ്കരിക്കുമ്പോ പല ആലോചനയിലാണ് നിസ്കരിക്കത്. ആയിപ്പോയിട്ട് കിട്ടുന്ന നിസ്കാരത്തിൽ പോലും അള്ളാഹുവിടെ ആലോചന പറയാത്ത ആൽമാരാണ് ഞങ്ങൾ എല്ലാവരും. ബാക്കിയുള്ള 23 ഗണ്ട ചില്ലറ 25 മിനിറ്റ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവസ്ഥ ഇതാണ് നാശൊന്നേ. ബാക്കിയുള്ള 23 ഗണ്ട ചില്ലറ എവിടേക്ക് പോയിട്ടുണ്ട് കേട്ടെങ്കിൽ അവണ്ട ബയർ നുറക്കയുടെ വിഷയത്തിലും അവണ്ട റെസ്റ്റ് എടുക്കയുടെ വിഷയത്തിലും അവണ്ട സമ്പാദനയുടെ വിഷയത്തിലും അവണ്ട അണ്ടത്തെ കരിയുടെ വിഷയത്തിലും നാഷ്ടത്തെ വിഷയത്തിലും ചോറിന്റെ വിഷയത്തിലും പോയി. ഇങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതം. ഞങ്ങളെ ഏകദേശ ഭാഗം ദുനിയാവിടെ ജീവിതത്തിൽ മാത്രമാണ് തീർത്തോണ്ടുള്ളേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നേ തഫറഗൂ മിൻ ഹുമൂമിദ് ദുനിയാ. ദുനിയാവുക മഹത്വം കൊടുക്കടെ കാര്യങ്ങളില്ലേ, ഇതൊന്ന് പൊട്ടു നിക്കറു മസ്തതാഅതും നിങ്ങൾക്ക് തീർത്തര പൊട്ടു നിക്കുക നോക്കറു. ഫഇന്നഹു മൻ കാനത്തിദ് ദുനിയാ അക്സറ ഹമ്മിഹി. ഒരാളെ ഏറ്റവും വലിയ ടെൻഷൻ ദുനിയാവായി തീണ്ട് കണ്ടെങ്കിൽ അഫ്ശല്ലാഹു ലൈഅതഹു വജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. അവന്റെ ജീവിതത്തിൽ പടച്ച റബ്ബ് ദാരിദ്ര്യത്തെ ബായിലിങ്ങ തുറന്നു കൊടുക്കുക. കണ്ണുമൊന്നുമില്ല, എപ്പോഴും ദാരിദ്ര്യം കണ്ടോണ്ടിക്കൂ.
അതുകൊണ്ടല്ലേ വലിയ വലിയ പൈസക്കാർമാരൊന്ന് എടുത്തു നോക്കൂ, 2ഉം 3ഉം ഫ്ലാറ്റ് കെട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് പിന്നെയും മയ്യാവുല്ല 4ാമത്തെ ഫ്ലാറ്റ് പ്ലാനാണ്. എന്തേ 3 മയ്യാവുല്ലണ്ടല്ല, അല്ലാഹു തആല ഫഖറുടെ വായിൽ തുറന്നു വെച്ച 3 മയ്യാവാത്തൊരവസ്ഥയാണ്, സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ 4ാമത്തതാണ്, പിന്നെ 5ാമത്തതാണ്. ദുനിയാവിടെ പുരുഷായുഷ്യം സമ്പൂർണമായി ആ മനുഷ്യൻ ഫ്ലാറ്റ് കെട്ടുന്നതിൽ തീർത്തുപോയാ, ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുന്നതിൽ തീർത്തുപോയാ, രച്ചവിടം നിണ്ടവിടം കിടന്നവിടെയും ഉറങ്ങിയവിടെയും അവന്റെ ചിന്തയും ആലോചനയും ദുനിയാവായി പോയപ്പോ നബിതങ്ങൾ പടിപാടി തന്നതാണ് വജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. അവന്റെ 2 കണ്ണിടല് അവന്റെ ഫഖർ അല്ലാഹു ആക്കി തീർക്കുക ചെന്നെങ്കിൽ അത്രമാത്രം മുട്ടം അവന്റെ ദാരിദ്ര്യം ഇങ്ങനെ തണ്ടവാടിയോണ്ടിക്കൂ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ മുഅ്മിനീങ്ങളെ. അതേ ടൈമില് മഹാന്മാരെ ജീവിതമാ. ആയിഷ റളിയല്ലാഹു അൻഹ പടിപാടി തന്നില്ലേ, മാ ശബഅലു മുഹമ്മദിൻ മിൻ ഖുബ്സി ശഈരിൻ യൗമൈനി മുതതാബിഈൻ. നബിതങ്ങളും നബിതങ്ങളുടെ കുടുംബം കണ്ടീനിയായി അതേ ജോളത്തെ റൊട്ടി തിന്നതായിട്ട് ഞങ്ങളെ അറിവിലില്ല. ആരാണ് ചൊല്ലേ? സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയാണ്. മരിക്കടത്തോലു കണ്ടീനിയായി 2-4 നബിതങ്ങള് ജോളത്തെ റൊട്ടി തിന്നിട്ട് വയറ് നിറച്ചിട്ട് ചൊല്ലുകയും നബിതങ്ങളെ ജീവിതത്തിലില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം തുർമുദി രേഖപ്പെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരതേ മടൽടെ കൊണ്ടുണ്ടാക്കിയ പായയുടെ മേൽ കിടന്നപ്പോ നബിതങ്ങളെ മുതുറഭാഗത്തിൽ ഒരച്ചി വന്നു പോയിട്ട് സ്വഹാബത്തുങ്ങ കൂടെ നിന്റെ സ്വഹാബത്തുങ്ങ കേട്ടാർ യാ റസൂലല്ലാഹ് ലവിത്തഖദ്നാ ലക വിത്വാ, നല്ലൊരു ബെഡ് നബിതങ്ങൾ റെഡിയാക്കി തരട്ടാ. അപ്പോഴാണ് നബിതങ്ങൾ സ്വഹാബത്തര മുന്നിൽ ചൊല്ലെ മാലി വലിദുന്യാ, നക്കും ദുനിയാവ് എന്ത് ബന്ധമാണ്, മാന ഫിദ്ദുന്യാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹത ശജറത്തിൻ സുമ്മ റാഹ വതറകഹാ. നാണീ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു വാഹനത്തിൽ പോണ്ടവന്റെ പോലെയാണ്. അവനുക്ക് പച്ചിയപ്പോ ഒരു മരത്തെ തനണ്ടടിൽ നിപ്പാട്ടിയ അവന്റെ പച്ചല തീനപ്പാ തനലും വിട്ടുപോയാ. ഇതുപോലത്തെ യാത്രയിലല്ലേ ഞാനുള്ളേ. ഈ യാത്രയിലുള്ള നക്ക് എന്ത് കാണും നല്ലൊരു ബെഡ്, എന്ത് കാണും നക്കൊരു സുഖം. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹുവിന്റെ റസൂൽ പടിപാടി തന്റെ ആശയം നോക്കൊരു. ദുനിയാവിടെ മതിപ്പങ്ങം ആഡംബരങ്ങം വൈഭവം കൊണ്ട് നിറഞ്ഞു നിക്കടെ മനുഷ്യ. ഈ ജീവിതത്തിൽ ഞങ്ങൾ എന്താക്കിയാണ്ട് കേട്ടെങ്കിൽ കഷ്ടം അനുഭവിച്ചത് ലിസ്റ്റ് എടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ ഒന്ന് മാത്രമേ ചൊല്ലുക സാധിക്കൂ. 90 വലിമ്പ സുഖമാണ് ആ ലിസ്റ്റിൽ നിറഞ്ഞു കിടക്കടേ. ഈ കൂട്ടത്തിൽ ഞാൻ കേക്കട്ട, ഏതെങ്കിലും ഒരു വക്തര ചോറ് പൈച്ചു തെച്ചിരാ ചൊന്നിട്ട് ചൊല്ലുകൊള്ള ആൽമാരെത്ര ഉള്ളാറ്. ഇനി വേണ്ട 2 വക്തര ചോറ് നാൾ പൊട്ടു നിன்ற റമദാന്റെ വിഷയല്ലെന്നാണ് കേക്കടേ. അല്ലാത്ത നാളില് ദാരിദ്ര്യം കൊണ്ടിട്ട് നണ്ടൗത്തുലു അതേ ഇണ്ടനക്ക് ചോറുന്നു സാധിച്ചില്ല ചൊല്ലുടെ ആൽമാരെത്ര ഉള്ളാറ്. ഇന്റെ നിഅമത്ര കാലമല്ലേ മുഅ്മിനീങ്ങളെ. എവിടം കിട്ടില്ലെങ്കിലും റേഷൻ കടലെങ്കിലും കിട്ടുന്ന കാലമല്ലേ ഉണ്ട്. സുബ്ഹാനല്ലാഹ് 3 വക്തര ഫുഡും നല്ല തിന്നുകൊള്ള അവസരം പടച്ച റബ്ബ് തന്ന, അതൊരൊട്ടികത ജീർണാക്കുള്ള ആരോഗ്യം പടച്ച റബ്ബ് തന്ന, അതിന്റെ മേലുള്ള അതേ റെസ്റ്റിങ്ങയില്ലേ വിശ്രാന്തിങ്ങയില്ലേ ഐക്കുള്ള അവസരങ്ങം സുഖസുഖങ്ങം സൗകര്യങ്ങം പടച്ച റബ്ബ് ഞങ്ങൾക്ക് തന്ന. അതേ ടൈമിൽ നബിതങ്ങളാ
ഒരു ദുആ പാസാക്കിരെങ്കില ദുനിയാവിടെ സകല സുഖങ്ങൾ അല്ലാഹു തആല നബി തങ്ങൾ കൊടുത്തിരന്താ. പക്ഷേ യൗമുൽ ഖിയാമത്തോരു തമന്റെ മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ പാഠമായി മാതൃകമായി ഞങ്ങളെ മുന്നിൽ നിൽക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളെ മുന്നിലും ഞങ്ങളെ പ്രയാസം പുല്ല് സമാനമാണ്. അല്ലാഹ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു നാളതാ ആകാശത്ത് ഇങ്ങനെ കണ്ണുയർത്തുകൊള്ള പ്രയത്നം നടത്തരുത്. രാജാധികാരം കൊടുത്ത ടൈമാണത്. അല്ലാഹു വലിയ അധികാരം കൊടുത്ത ടൈമാണ്. കണ്ണിങ്ങടെ ആകാശത്ത് ഉയർത്തുക നോക്കുമ്പോ മഹാന്റെ കണ്ണിങ്ങനെ ഉയർന്നു കിട്ടിയോണ്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? മഹാനുക അധികാരം കിട്ടലോടുകൂടെ മനസ്സിൽ വല്ലാത്ത പേടി വന്നു പോയിട്ട്, മനസ്സിൽ വല്ലാത്ത വിനയം വന്നു പോയിട്ട് ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അതേ തന്റെ ആസ്ഥാനത്തില് കുറെ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങ് ബഗബഗയുടെ ആഹാരങ്ങൾ കൊടുക്കുക തുടങ്ങിയിട്ട്, എന്നിട്ടോ മഹാൻ തിന്നോണ്ടിന്ന യന്ത്രയാണ് മഹാൻ തിന്നിടതാ ജോളത്ത് റൊട്ടിയാണ്. അപ്പതാ കൂടെയുള്ള ആൽമാര് കെട്ടാറ് ഞങ്ങൾക്ക് നല്ല ബിരിയാണിങ്ങം, ഞങ്ങൾക്ക് നല്ല ബർഗറും പിസ്സങ്ങും തന്നിട്ട് നിങ്ങന്തേ പൊട്ടുചോറ് തിന്നിടേ, നിങ്ങന്തേ ജോളത്തെ വണക്ക് റൊട്ടി തിന്നിടേ. നിങ്ങന്ത് കാണു പൈച്ചു തേക്കിടേ, എല്ലാ ഖജനാവിടെ താക്കോലും നിങ്ങളെ കയ്യിലല്ലേ ഉള്ളേ. സുബ്ഹാനല്ലാഹ്. മഹാൻ ചന്തു അഖാഹു അന്നസ്മ ഫഅൻസൽ ജാഇആ. നാണ് ബയർന്നുറക്കിടതര പേടിക്കിട. എന്തേ? ഒരു വേള നാണ് ബയർന്നുറച്ചാണ്ട് കണ്ടെങ്കിൽ നന്റെ അധികാരത്തിലുള്ള നന്റെ കുറെ പ്രജങ്ങ എത്ര ആൽമാറ് പൈച്ചു തേക്കിടങ്ങക്കുവാറ് അങ്ങളെ ബഗ്ഗയുള്ള ബോധം നക്ക് നഷ്ടപ്പെട്ടു പോവൂ. അങ്ങളെ നാണ് മറന്നു പോവ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇനർത്തറ ബഗ്ഗ ചിന്തിച്ചിട്ട് സ്വന്തത്തെ ബഗ്ഗ മറന്ന മഹാന്മാരാണങ്ങ. ആയിഷ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. ആ മഹദിര തുണിങ്ങ പലപ്പോഴും അതേ പറഞ്ഞ തുണിങ്ങായിട്ടിന്ത്. ആ തുണിങ്ങൊന്നെടുത്ത് നോക്കിയെങ്കിൽ എത്രമാ ജാഗങ്ങനെ പാച്ച് വർക്ക് ആക്കിയത് കണ്ടോണ്ടിന്ത്. സുബ്ഹാനല്ലാഹ്. മഹദിര ജീവിതത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ആയിഷ റളിയല്ലാഹു അൻഹാ എല്ലാ നാളും കൊടുത്തോണ്ടിന് ധർമ്മം എത്ര കൊന്തുണ്ടാ? ബിഖംസീന അൽഫാ. 50,000 ദിർഹം ആ മഹദി ദാനം കൊടുത്തോണ്ടിന്ത്. ഈ ദാനം കൊടുക്കൂടെ മഹദിര ഡ്രസ്സാ. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞ ഡ്രസ്സിംഗ് ആണ്, പാച്ച് വെച്ച ഡ്രസ്സിംഗ് ആണ്. ഇതുപോലെയല്ലേ മുഅ്മിനീങ്ങളെ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് ഈ ഇന്ത്യത്തെ ആകെ നടന്നിട്ട് എത്ര ജാഗത്തിലാണ് ആൽമാര് കഞ്ഞി കൊടുക്കുള്ള വ്യവസ്ഥമാക്കി കൊടുത്ത്. അതേ ടൈമില് മഹാനുക ഒരു തുണി ഉടുത്തെങ്കിൽ അതേ അത് കൽകിടുമ്പോ ഉടുക്കുകയിനൊരു തുണിയില്ല. സുബ്ഹാനല്ലാഹ്. കിടക്കുമ്പോ തലക്കാണിയില്ല. ആ കിടക്കുമ്പോ തള്ളടില് വെക്കിടത് താൻ അതേ മദീനത്തെ പറമ്പോ കുമന കോലില്ലേ മുഅ്മിനീങ്ങളെ, കുട്ടി നടക്കിട കോലില്ലേ, ആ കോലാണ് തന്റെ തള്ളടിക്ക് വെച്ചിട്ട് മഹാൻ ഉറങ്ങിയോണ്ടിന്ന്. അതേ ടൈമിൽ എത്രമാ പാപത്തങ്ങ കൂടെ വന്നു ഇന്നാറ് അങ്ങുള്ള ചോറ വ്യവസ്ഥ മഹാനാക്കി കൊടുത്തോണ്ടിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒന്ന് നോക്കറു. എല്ലാ നാളും ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ടെങ്കിൽ മദീനത്തെ പള്ളിയുടെ അവസാനം 10 പണ്ട് നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി തങ്ങൾ ഔത്തുർ സുബ്ഹാനല്ലാഹ് തിന്നുകെന്തുമില്ലെങ്കിലും അതേ മദീനത്തെ പള്ളിയുടെ അവസാനം പറത്തുകൊണ്ട് എന്ത് കാണത് എല്ലാ നാളും ആ മദീനത്തെ പള്ളിയിൽ പഠിക്കട സ്വഹാബത്തുണ്ടു. ആ സ്വഹാബ് സുഫാണ്ടാണ് നിങ്ങളെ പേര്. സുഫത്ത് ആൽമാരാണ്. 400ഓളം പണ്ട് ദരിദ്രന്മാരായ സ്വഹാബത്താണ്. അതിൽ ഓരോ സ്വഹാബത്തും ജാവുകുള്ള ചോറ് വ്യവസ്ഥയായിടാ, ജാവുകുള്ള നാഷ്ടത്ത് വ്യവസ്ഥയായിടാ. ആ വ്യവസ്ഥയെല്ലാം ആയിട ചെന്നിട്ടൊന്ന് നോക്കിയിട്ട് ആയില്ലെങ്കിൽ അതൊരു വ്യവസ്ഥമാക്കിയിട്ടാണ് സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ ഔത്തുകുപണ്ട്. എന്തൊരു മാതൃക ജീവിതമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്നത്. കഴിഞ്ഞുപോയ സർവ്വ സാലിഹീങ്ങളെ ഇത്തിബാ അല്ലേ. ഞങ്ങളെ റായത്ത് ഇൽമ കൊണ്ട് വെളിച്ചം തന്ന് താജുൽ ഉലമാ നടത്തി തന്നറേ. സുഖിക്കുള്ള നല്ല അവസരങ്ങൾ താജുൽ ഉലമായിൻ ആരെന്ത് കേട്ടെങ്കിലും കൊടുക്കട ആൽമാരിന്നാറ്. പക്ഷേ ജീവിതത്തിൽ മരിക്കട കാലത്തോലും സ്വന്തം ആവശ്യം ആരൊട്ടുകയും ചൊല്ലാണ്ട് നടന്ന മഹാനാണ്. അതേ ടൈമിൽ മനുഷ്യന്മാരാ അപ്പുറത്തുക പോയി തന്നെ മന്ത്രിപ്പാട്ടിയോണ്ടിന്നാറ്. മാരക രോഗിയായ ആൽമാർ, ഡോക്ടർമാർ വരെ കൈപൊട്ട രോഗിക താജുൽ ഉലമാടെ മുന്നിലൊന്ന് തന്നെ മന്ത്രിപ്പാട്ടിട്ട് അത് കുടിച്ചെങ്കിൽ ആ മൂലക ശിഫാവും കിട്ടിയോണ്ടിന്ത്. എത്ര റായത്തെ പ്രശ്നങ്ങളാണ് മഹാൻ തീർത്തു കൊടുത്തരേ. എത്ര ആൽമാര് കാണാത്താണിയായി നിன்றേ. ഇത് മഹാന്മാരുടെ സ്വഭാവമാണ് മുഅ്മിനീങ്ങളെ. അതാണ് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചൊന്നേ ഒന്നാമത്തെ ഗുണം ഉഖ്റവിയായ ആലിമിന്റെ ഒന്നാമത്തെ ഗുണം അവന്റെ ജീവിതത്തിൽ ദുനിയാവുടൊട്ടിക്കുള്ള മോഹം ഐക്കല. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ഗുണമേതുകൊണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ സ്വലാഹിയത്താണ്. അങ്ങളെ ജീവിതത്തെ നന്മയാണ്. ജീവിക്കുമ്പോ ശുദ്ധമായ ജീവിതമാണ്. അങ്ങളെ പേരിൽ ഒരു ബടക്ക് പേര് പറകില്ല. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ ദോഷങ്ങളെ ജീവിതത്തിൽ കാണ്ടകു സാധ്യമല്ല. ഏറ്റവും നല്ല ജീവിതം നയിച്ച മഹാന്മാരാണങ്ങ അതൊരൊട്ടിയമാ. എല്ലാവർക്കും നല്ലത് പേർച്ച ആൽമാരാണങ്ങ. ഈ ലോകത്തെ ഓരോ മുഅ്മിനും നല്ലത് ചിന്തിച്ച മഹാനാണ് താജുൽ ഉലമാ. പലപ്പോഴും ഒരു സമ്മേളനത്തെ സ്റ്റേജിൽ വെച്ചെങ്കിൽ താജുൽ ഉലമായുടെ പ്രസംഗത്തെ ഫഷ്ട്രവാക്യം അദ്ദീനു അന്നസീഹാ. ഈ ദീന് ചൊന്നെങ്കിൽ എല്ലാവർക്കും നല്ലത് ബാരിക്കരുതുണ്ടാണ്. ഈ ഉപദേശമാണ് എല്ലാ സമ്മേളനത്തെ വേദിയിലും താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ തടിച്ചു കൂടിയ ലക്ഷക്കട്ടല മുഅ്മിനീങ്ങൾ കൊടുത്തോണ്ടിന്നേ. എല്ലാ സാലിഹീങ്ങും ഈ ശൈലി സ്വീകരിച്ചങ്ങാണ്. ഒരു റായത്തെ പ്രശ്നം തീർത്തു കൊടുക്കുക, ഒരു സമുദായത്തെ പ്രശ്നം തീർത്തു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അഹ്ലുസ് സുന്ന വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ അടിപറച്ചു നിൽക്കുള്ള പ്രേരണ കൊടുക്കുള്ള പ്രയത്നം നടത്തിയ മഹാനാണ്. 60 വർഷം ഈ റായത്തിൽ ജീവിച്ചിട്ട് ഈ റായത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഏകദേശ മുസ്ലിമീങ്ങും ആ ദീന്റെ വെളിച്ചത്ത് പാടി തന്ന നേതാവാണ് താജുൽ ഉലമാ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്താണത്, അല്ലാഹുവിന്റെ കാരുണ്യമാണത്. ഞങ്ങളെ റായത്ത് കിട്ടിയതുപോലെ ചിലപ്പോൾ ഞങ്ങളെ റായത്താണ്ട് ഒരു 200 കിലോമീറ്റർ ദൂരമുള്ളേ, അല്ലെങ്കിൽ ഒരു 300 കിലോമീറ്റർ ദൂരമുള്ളേ. നോർത്ത് കർണാടക ഭാഗത്ത് അത് കിട്ടിയില്ല. അല്ലാഹു നമുക്ക് തന്നെ നിയമത്താണ്. ഒരു ആലിം ഒരു കുഗ്രാമത്തിൽ വന്ന് വെക്കുമ്പോ അതിന്റെ വെളിച്ചങ്ങ എല്ലാ ജാഗത്തും എത്തിപ്പെട്ട്. കാരണം അല്ലാഹ് വെച്ച ആ ആലിമുകളുടെ പവരാണ്, അങ്ങനെ ഇൽമുകളുടെ പവരാണ്. ഈ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും നല്ലത് ചിന്തിക്കട, നല്ലത് ബാരിക്കട, നല്ല മനസ്സുള്ള നേതാക്കന്മാരാണ് സ്വാലിഹീങ്ങ, ഉഖ്റബിയായ ആലിമീങ്ങ. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ടല്ലേ മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു അൽ കൗകബുദ് ദുർരിയാ മഹാനായ ഇമാം മുനാവി റളിയല്ലാഹു അൻഹുടെ കിതാബിൽ കണ്ട് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒരാൾ എല്ലാ നാളും 10 പാട്ട അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദ്, അല്ലാഹുമ്മ ഫർജ് അൻ ഉമ്മതി മുഹമ്മദ്, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10
10 പാട്ട ഒരാൾ ഈ ദിക്ർ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ കുതിബ മിനൽ അബ്ദാൽ, ആ മനുഷ്യരുടെ ഔലിയാക്കന്മാരൊരു ഗ്രേഡ് ഉണ്ട്. അബ്ദാൽ ചൊല്ലുടെ ഗ്രേഡാണ്, വലിയ ഗ്രേഡാണത്. ആ ഗ്രേഡുള്ള ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ അല്ലാഹ് പെടുത്തുക, ആ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തുക. അല്ലാഹു ഞങ്ങളെല്ലാം പെടുത്തുമാരാകട്ടെ. ഒരു നാല് ഒരാള് 10 പാഠം അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദ്, പടച്ച റബ്ബേ നബിതങ്ങളെ ഉമ്മത്തിനെ നല്ലാക്കി തരണോ. അല്ലാഹുമ്മ ഫർരിജൻ ഉമ്മത്തി മുഹമ്മദ്, നബിതങ്ങളെ ഉമ്മത്തുക പണ്ട എല്ലാ ദുരന്തങ്ങളും മുസീബത്തുകളും അതിനെ ഇല്ലാണ്ടാക്കണോ അല്ലാഹ്. അല്ലാഹുമ്മ അർഹം ഉമ്മത്ത മുഹമ്മദ്, നബിതങ്ങളെ ഉമ്മത്തുക നീ കാരുണ്യം ചെയ്യണോ അല്ലാഹ്. അർത്ഥം പണ്ട് ദുആ ഒരാള് എല്ലാ നാളും 10 പാട്ട ചൊല്ലാണ്ട് കണ്ടെങ്കിൽ സർവ മുഅ്മിനീങ്ങൾക്കും നല്ലത് ദുആർന്നത് കൊണ്ടിട്ട്, നല്ലത് ബേർച്ചത് കൊണ്ടിട്ട് അവന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ പടച്ച റബ്ബ് പെടുത്തുക. മുഅ്മിനീങ്ങളെ, എന്തൊരു നല്ല ചിന്തയാണത്. എല്ലാവർക്കും നല്ലത് പേരിക്കട ചിന്ത. അതല്ലേ മഹാന്മാർ ചെന്ന് തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന. മുസ്ലിമീങ്ങുള്ള നല്ല ചിന്തയില്ലേ? ഒരു മുസ്ലിമുക നല്ലത് ചിന്തിക്കണതില്ലേ? മുഅ്മിനീങ്ങളെ, 60 വർഷം ഇബാദത്ത് എടുക്കണത് റാണ്ടി ഖൈറ് ചൊന്നിട്ട് പടിപാടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60 വർഷം ഈ മനുഷ്യൻ ഇബാദത്ത് എടുത്തറ, പക്ഷേ മനസ്സിൽ പരസ്പരം ദേഷ്യമാണ്, മനസ്സിൽ പരസ്പരം അക്രമത്തെ സ്വഭാവമാണ്, പലരട്ടുകയും നഞ്ചിയാണ്, വൈരാഗ്യമാണ്, മനസ്സൊന്നും തുറന്നു കിട്ടലില്ല. ഈ 60 വർഷം ഇബാദത്തെടുത്തവണ നല്ലവണു അല്ല, ഒരു ഗണ്ട തെച്ചിട്ട് എല്ലാ മുഅ്മിനീങ്ങൾക്കും നല്ലത് ബാരിക്കറോണില്ലേ, നല്ലത് ചിന്തിക്കറോണില്ലേ, നല്ലത് ആക്കടവുണില്ലേ. അവന്റെ ജീവിതമാണ് ഈ 60 വർഷം ജീവിക്കടെ ഓണ്ടത് റാണ്ട് നല്ല ചെന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് എത്ര ആക്രമിച്ചെങ്കിലും, ആരെത്ര പറഞ്ഞെങ്കിലും, വൈരാഗ്യം കാട്ടിയെങ്കിലും അപ്പുറം നല്ല സ്വഭാവം കട്ടതില്ലേ. ലോകത്ത് അതിരെ പോലെ ഹസ്നുൽ ഖുലുഖായി നല്ല സ്വഭാവമായി എണ്ണപ്പെട്ടത് വേറൊന്നുമില്ല. മുഅ്മിനീങ്ങളെ, നബിതങ്ങളെ ഏറ്റവും നല്ല സ്വഭാവം എന്തിനേണ്ടി കേട്ടെങ്കിൽ വഅഫു അമ്മൻ ദലമക്, ഇപ്പുറത്തടിച്ചോണുക അപ്പുറം മാപ്പ് കൊടുക്കുന്നതാണ്. വസിൽ മൻ ഖതഅക്, ഇപ്പുറം ബന്ധം മുറിച്ചോണ്ടിട്ടിക അപ്പുറം ബന്ധം ചേർക്കിടതാണ്. ബന്ധം മിന്നങ്ങളൊട്ടിക ചേർക്കൊന്നുണ്ടില്ലല്ലേ, ബന്ധം മുറിച്ചങ്ങളൊട്ടികല്ലേ ചേർക്കൊനായത്. മുറിച്ചോണ്ടൊട്ടിക ബന്ധം അപ്പുറം ചേർത്ത് കൊടുക്കുന്നതില്ലേ. ഈ ലോകത്തൊരു മനുഷ്യൻ കാട്ട ഏറ്റവും നല്ല സ്വഭാവമാണ്. പലപ്പോഴും ഐക്കുള്ള അവസരം നോക്ക് റബ്ബ് തണ്ട. ആ റബ്ബ് എന്തുകാണ് അവസരം തണ്ടേ? ഒരാളെ ഭാഗത്ത് ഉപദ്രം നോക്കുണ്ടാവുമ്പോ ഞങ്ങൾ ചിന്തിക്കണോ, ഇതിനാണ് തിരിച്ചടിക്കാനായ ടൈമല്ല, ഇതിനൊക്കെ പരീക്ഷണയുടെ ടൈമാണ്, നിന്റെ ടെസ്റ്റിംഗിന്റെ ടൈമാണ്. ഈ ടെസ്റ്റിംഗിൽ നാണ് വിജയിക്കടേ, നാണ് സോക്കൂടെ ചൊല്ല അല്ല നോക്കിടതാണ്. ഒരാൾ ഇപ്പുറം ആക്രമിക്കുമ്പോ, ഇപ്പുറം പറയുമ്പോ, ഇപ്പുറം പരിഹാസ്യപ്പെടുത്തുമ്പോ അപ്പുറം നാണ് മാപ്പ് കൊടുക്കൂടെ, അതിനൊക്കെ നല്ലൊരു അവസരമാണ്, മാപ്പ് കൊടുക്കുള്ള അവസരമാണ്. ഈ അവസരം ബുദ്ധിയുള്ളവൻ ഉപയോഗപ്പെടുത്തിയാണ്ട് കണ്ടെങ്കിൽ നാളെ ഹിസാബില്ലാണ്ട് സ്വർഗത്തുക്ക് പോകു സാധിക്കൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസാബില്ലാണ്ട് സ്വർഗത്തുക്ക് പോകു സാധിക്കുന്ന ആളാണ്. ഇപ്പുറത്തടിച്ചോണുക അപ്പുറം കൊണാക്കി കൊടുക്കടോണു, ഇപ്പുറത്തേക്ക് പറഞ്ഞോണുക അപ്പുറം നല്ല പലക്ക ചൊല്ലണു. എന്തൊരു ആശയമാണ് പരിശുദ്ധമായ ഇസ്ലാം. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചൊല്ലില്ലേ, നാണ് ഈ പള്ളി ഈത്തികാഫ് വെക്കടതും, നാണ് 1000 റക്അത്ത് നിസ്കരിക്കടതും ഇതാ ഖൈറ അല്ല. ഒരു മനുഷ്യരുടെ ആവശ്യത്ത് അവന്റെ കൂടെ നടന്നു കൊടുക്കുന്നതാ ഖൈറ് കേട്ടെങ്കിൽ ഐക്ക് നാണ് ചൊല്ല ഉത്തരം. ഒരു മനുഷ്യരുടെ പാവപ്പെട്ട മനുഷ്യരുടെ അകത്യത്ത് അവന്റെ കൂടെ നടക്കുന്നതാണ് ശ്രേഷ്ഠം ചെന്നിട്ടു നാണ് ചൊല്ലുക. സയ്യിദുൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഞങ്ങളെ മഹാന്മാരെ ചിന്ത അങ്ങനെയാണ്, ഇസ്ലാമിന്റെ ചിന്ത അങ്ങനെയാണ്. ഏറ്റവും വലിയ നേതാവല്ലേ ഈ ലോകത്ത് ഫിഖ്ഹുടെ വിഷയത്തിൽ
അന്തിമ പലക്കായിട്ട് ഇന്ന് മഹാനായ ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു ഒരു 4 ദർസെടുക്കിടെതിരെ പറത്തു പോയിട്ട് ശിഷ്യന്മാർ കേട്ടാർ, ഉസ്താദേ ഇൽമുടാണ്ട് വലിയൊരു മഹത്വമുള്ള കാര്യമുണ്ടാ, എന്ത് കാണാൻ നിങ്ങൾ ദർസെടുക്കിടൽ പറത്തു പോണ്ടേ? മഹാനായ ജലാലുദ്ദീനുൽ മഹല്ലി ലോകത്ത് ഫിഖ്ഹുടെ വിഷയത്തിൽ അന്തിമ പലക്കാണ്. ആ മഹാൻ ശിഷ്യയുടെ മുഖം നോക്കി ചെന്ന പലക്കമാണ്, മോനെ ഈ ദർസെടുക്കടതും ആ പറത്തിൽ നിക്കടെ ആ ഖിദ്മത്ത് ആവശ്യമായ ആൽമാരെ ഖിദ്മത്തെടുക്കടതും അതേ വയസ്സായ ആൽമാരെ ഖിദ്മത്തെടുക്കടതും അങ്ങുപേനായ അകത്യങ്ങും എടുത്തു കൊടുക്കണതും ഇത് റാണ്ടി വലിയ അഫ്ളലാണ്. അത് മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് ഏറ്റവും വലിയ കിതാബല്ലേ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ വിട്ടെങ്കിൽ ആധികാരികമായ ഗ്രന്ഥമല്ലേ സ്വഹീഹുൽ ബുഖാരി. ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുയുടെ കിതാബ്. ആ മഹാൻ ഒരു നാൾ സുബ്ഹാനല്ലാഹ് അയാളുടെ റായത്തിൽ ഏതോ ഒരു മദ്രസത്തെ കാര്യം നടന്നുകൊണ്ടുണ്ട്, മദ്രസത്തെ സ്വരം നടന്നുകൊണ്ടുണ്ട്. ഈ ബുഖാരി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ മദ്രസത്തുള്ള കല്ലിങ്ങനെ കുഞ്ചിൽ പുറത്തോണ്ട് പോയോണ്ടുണ്ട്. ആൽമാര് കേട്ടാറ്, നിങ്ങൾക്ക് ഈ സ്വരം വേണ, എത്ര വലിയ പേര് പോയ മഹാനാണ് നിങ്ങ. മഹാന്മാർ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? അഹങ്കാരമില്ല, സുബ്ഹാനല്ലാഹ്, ഗത്തുങ്ങയില്ല. ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, ഒരാൾക്ക് അഹങ്കാരമുണ്ട് ചൊല്ലതിലെ ചെറിയ അടയാളമാണ്. ഒരു മാർക്കറ്റിക്ക് പോയി മീന് കൊമ്പലാ ചെന്നെങ്കിൽ ആ മനുഷ്യൻ മീന് കൊമ്പറൂക്കേക്കല. എന്തേ? നന്റെ പ്രസ്റ്റിജിക തടിപണ്ടി, നന്റെ പേഴ്സണാലിറ്റിക തടിപണ്ടി. മാർക്കറ്റ് സാധനം എടുത്ത വരാത്ത ആൽമാർ എത്ര ആൽമാരുള്ളാറ്. സുബ്ഹാനല്ലാഹ്, ഇനി കാറിൽ പോയെങ്കിൽ പോലും ഒരു മീന്റെ മാർക്കറ്റ് കാലെടുത്ത് വെക്കല. എന്തേ? അതിനൊക്കെ യോജിക്കാത്ത പണിയാണ്. നാണെന്തേ? നാണ് വലിയ വാദകളുടെ മുസ്ലിയാരാണ്, നാണ് വലിയ മുദർരിസാണ്, നാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ്. നക്കതെല്ലാം ആക്കു തീരല ചെന്ന് നടക്കടെ, ഗത്ത് കാട്ടി നടക്കടെ ആൽമാരില്ലേ. കിബിറുടെ അടയാളമായി ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി തന്നതാണത്. ഒരു മനുഷ്യയുടെ മനസ്സിൽ കിബിറുണ്ട് ചൊല്ലതിരെ ചെറിയ അടയാളമാണ് മുഅ്മിനീങ്ങളെ അത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ആൽമാർ വന്ന് കേട്ടാറ്, ഓ ഇമാമേ, മദ്രസത്തുള്ള കല്ല് പുറത്ത് നടക്കടമാ. സുബ്ഹാനല്ലാഹ്, ആ മഹാൻ തിരിച്ചു കൊടുത്ത ഉത്തരമാണ്, ഹദാ റജാഇ യൗമൽ ഖിയാമ. നന്റെ ഖിയാമന്നാലില് നക്കാകെ അല്ലാഹുടെ മുന്നിൽ പ്രതീക്ഷയായി നിക്കട അമലാണ് ഈ മദ്രസത്തുക്ക് ബേനായി കല്ല് പൊറുത്തത്. ഉമ്മമാരെ, ഞങ്ങളെ മക്കളെ അഹങ്കാരമില്ലാത്ത മക്കളായിട്ട് വളർത്തുകൊള്ള പ്രയത്നം നടത്തുന്നു. നല്ല വിനയമുള്ള മക്കളായി നടത്തുകൊള്ള പ്രയത്നം നടത്തുന്നു. അതിക്കെന്താണ് വേണായ? ഇംഗ്ലീഷ് മീഡിയമുക്ക് മാത്രം കടത്തിയെങ്കിലാ ഞങ്ങളെ മക്കൾ അഹങ്കാരിയായി തീരുവാറ്. ഹയർ എഡ്യൂക്കേഷനും സുബ്ഹാനല്ലാഹ് ഐടിയും ബിടിയും വലിയ വലിയ എഡ്യൂക്കേഷന്റെ പേരും ചെന്നുപോയ മക്കങ്ങിന്റെ എങ്ങനെയാണുള്ളേ? പലരും ഉണ്ട് അഹങ്കാരിയാണ്. ഇസ്ലാമുടെ ഒരു വിശ്വാസം പഠിപ്പാട്ടിക്കൊടുക്കുമ്പോ, ഇസ്ലാമുടെ അമലങ്ങ പഠിപ്പാട്ടിക്കൊടുക്കുമ്പോ ആ മക്ക ഉൾക്കൊള്ളുക സാധിച്ചോണ്ടില്ല. അങ്ങനെ ഹൈഫൈ ജാബുടെ മുന്നിലും സാലറിയുടെ മുന്നിലും എഡ്യൂക്കേഷന്റെ മുന്നിലും പരിശുദ്ധമായ ഇസ്ലാമുടെ പുല്ലായി കാണൊരവസ്ഥ കാണും. ഞങ്ങളെ ഇന്നത്തെ ന്യൂ ജനറേഷൻ എത്തിയോണ്ടുള്ളേ. ഇതിരെ പെരോത്തിൽ ഏറ്റവും വലിയ പാത്രധാരിങ്ങാരാണ്. ഔത്തിൽ വെപ്പന്മാരെ പോലെ വെച്ചിട്ടുള്ള അബ്ബുമ്മയാൻ. അല്ലാഹു നാളെ പിടിക്കുക, ഞങ്ങളെ പിടികൂടുക. തഹജ്ജുദ് നിസ്കരിച്ച് രക്ഷപ്പെടുക ചൊല്ലുടെ ധൈര്യമുള്ള അബ്ബുമ്മ. ദുഹാ നിസ്കരിച്ച് രക്ഷപ്പെടുക ചൊല്ലുടെ ധൈര്യമുള്ള അബ്ബുമ്മ. രക്ഷപ്പെടുക തീരല. ഞങ്ങളെ മക്കളെ മനസ്സിൽ നല്ല നീതിയും നല്ല തവാദുവും അള്ളാഹുയുടെ ബോധവും പേടിയും റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് ഞങ്ങളെ ജീവിതത്തിൽ ഇട്ടുകൊടുക്കുക സാധിക്കില്ലേ? എങ്കിൽ ഞങ്ങളെ ജീവിതം വ്യർത്ഥമായി പോയിട്ട് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി തന്നില്ലേ? ഔലാദുന അമാന.
അള്ളാഹു ഓരോർത്തു കൊടുത്ത മക്കങ്ങയില്ലേ, അത് അബ്ബുമ്മയുടെ ജോബ്ദാരിയാണ്. ഏത് ആദത്താണോ ഔത്തുലാക്കിയേ, മൊബൈൽ നോക്കൂടെ ആദത്താ, TV നോക്കൂടെ ആദത്താ, വെറും പിക്ചർ നോക്കൂടെ ആദത്താ, വെറും കളിങ്ങ നോക്കൂടെ ആദത്താ. ആദത്തിന് പിന്നാലെ മക്കങ്ങ വെഞ്ഞോണ്ട് ബറുവാറ്, വെറും കളിയുടെയും എന്റർടൈൻമെന്റിന്റെയും മക്കങ്ങായി ആ മക്ക തീരുവാറ്. അബ്ബുമ്മകനുസരിക്കുക മക്കം നിക്കല. ആരാണ് ഈ ആദത്താക്കിയേ? അതേ സ്വന്തം ബച്ചല് തീർക്കുകയാനായിട്ട്, അതേ കിടന്നുറങ്ങിട്ട് ജീവിതം തീർക്കുകയാനായിട്ട് മക്കളെ കയ്യിൽ മൊബൈൽ കൊടുത്തു ബുഡ്രബ്ബും എത്ര ഉള്ള ആറ്. അതേ ജീവിതം പൂർത്തിയായി മക്കളെ ശ്രദ്ധിക്കാണ്ട് ആ വിഷയത്തിൽ ബച്ചൽ കാട്ടിയിട്ട് എത്ര മക്കങ്ങാണ് ഗാഞ്ചത്താൽമാറായി തീനെ. ഞങ്ങൾ അബ്ബുമ്മയുടെ അവസ്ഥയോടെ മാത്രമാണ് ഇണ്ടെത്തിരെ. ഒരു സ്കൂളിൽ പോയി വന്ന് ഒമോന്റെ ಬಗ್ಗೆ എൻക്വയറി ആക്കുള്ള ടൈമില്ല ഞങ്ങൾക്കു. കാരണം ഞങ്ങളെ കയ്യിലും മൊബൈൽ വന്നു പോയില്ലേ, ശൈത്താന്റെ പെട്ടി വന്നു പോയില്ലേ. അതിലെ ബിസിയിലാണ് പലരും. മക്കളെ മുഖം നോക്കി ഉണ്ടുള്ള ടൈമില്ല. പിന്നെയല്ലേ മക്കളെ ചീല ചെക്കാക്കുള്ള ടൈമോ, പിന്നെയല്ലേ മക്കളെ പാൻട്ര കീസ് ഒന്ന് ചെക്കാക്കുള്ള ടൈമോ. എത്ര മക്കങ്ങാണ് സുബ്ഹാനല്ലാഹ്. 6ഉം 7ഉം 8ആം ക്ലാസ് പഠിക്കട മക്കങ്ങ MDM ചൊല്ലുടെ ചെറിയ ആ മയക്ക് മരുന്ന് കെടുത്തായിട്ട് 24 ഗണ്ടടുക ആ മറന്ന് പിന്നെ കിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ പരസ്പരം തലങ്ങ മതിൽ കടിക്കട മക്കങ്ങ എത്ര ആളുള്ളാറ്. സുബ്ഹാനല്ലാഹ്. അതുക്കുള്ള പൈസ ഒരു വേള ഔത്തിൽ വേണ്ടതുപോലെ കിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ സ്വന്തം അബ്ബുമ്മയുടെ തലവട ചുറ്റ മക്കങ്ങ എത്ര ആളുള്ളാറ്. ഇതിരെല്ലാത്ത ദുരന്തത്തെ മൂലം എവിടാണ്ട് കേട്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അബ്ബുമ്മയുടെ കാർലെസ്സാ. നൈതികമായ ബോധം ആ മക്കളെ മനസ്സിൽ പടച്ച റബ്ബുടെ പേടി, മഹാന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങ നഷ്ടപ്പെട്ടു പോയിട്ട്. അതേ ടൈമിൽ പണ്ടൊരു കാലമിന്ത് ചെറിയ ചെറിയ മക്കളെയും മുട്ടമ്പിൽ ചിട്ടി റസൂലുള്ളാഹിയുടെ മദ്ഹങ്ങ ചൊല്ലുടെ കാലങ്ങ. ഞങ്ങളെ റായത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കന്മാരെ ഭാഗ്യ മദ്ഹ് ചൊല്ലുടെ കാലങ്ങ. അങ്ങനെ ചൊന്നിട്ട് മക്കളെ മനസ്സിൽ പടച്ച റബ്ബുടെ മഹബത്തും ഖൗഫും ഇട്ടുകൊടുക്കുന്ന കാലങ്ങ. എന്തൊരു സുന്ദരമായ കാലമാണത്. ആ കാലത്തങ്ങിന്റെ വയസ്സായി പോയാറ് നന്റെ വയസ്സായ അബ്ബുമ്മമാരെ ഞങ്ങളെ മേലും ജോബ്ദാരിയുണ്ട്. കറായത്തിലുള്ള പള്ളി നിലനിൽക്കണോ, കറായത്തിലുള്ള മദ്രസ നിലനിന്ന് കിട്ടണോ. ഇനൊരു 10 വർഷം കഴിയുമ്പോ പള്ളിയുടെ ഒന്നാം സഫില് പോലും ജമാഅത്ത് കാളില്ലാത്തൊരവസ്ഥ, ജുമാഅത്ത് കാളില്ലാത്തൊരവസ്ഥ, മദ്രസം ബന്ധാക്കുനായ ഒരവസ്ഥ ഒരു കാലത്തും ഉണ്ടായിക്കൂടാ. ഞങ്ങളെ മക്കുകിപ്പമേ നീതിബോധങ്ങൾ കൊടുക്കണോ, ആലിമീങ്ങളെ ബഗ്ഗയുള്ള ബഹുമാനം ഇട്ടുകൊടുക്കണോ. ഒരു ആലിമയുടെ ബഗ്ഗയും നിസ്സാരമായി ചൊന്നു കൊടുത്തു കുതിറാ. മക്കു ദീണ്ട ബഗ്ഗ നിസ്സാരം വന്നു പോവൂ, സദാ തിങ്ങളെ ബഗ്ഗ നിസ്സാരം വന്നു പോവൂ. അത് വന്നു പോയി തീണ്ട് കണ്ടെങ്കിൽ പടിപ്പാട്ടിയ ഉസ്താദ് നരകത്തിലാണ്, പടിപ്പാട്ടിയ അബ്ബുമ്മ നരകത്തിലാണ്. മുഅ്മിനീങ്ങളെ നാന് കേക്കട്ട, പണ്ട് കാലത്ത് ആലിമീങ്ങ ചില വിഷയത്തിൽ ഇഖ്തിലാഫായാറ്. അതിന്തും ഇന്നാലെ ഉള്ള വിഷയങ്ങളല്ല. 1000 വർഷം മുന്നിൽ പല ഇഖ്തിലാഫും നടന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ പല നിലക്കും വന്നത്. അതല്ലേ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊന്നേ, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചൊന്നേ, എല്ലാ പലക്കങ്ങം 100 ഓക്കെയല്ല, എല്ലാ പലക്കങ്ങം 100 ഓക്കെയല്ല. ഓക്കെയാവാത്ത പലക്കങ്ങ എത്രമാവുണ്ട്. ഇവിടെ 100 ഓക്കെയായ ഒരു മനുഷ്യ, 100 ഓക്കെയായ പലക്കമുള്ള മനുഷ്യ, 100 ഓക്കെയായ പ്രവർത്തനമുള്ള മനുഷ്യ, അത് ലോകത്തിൽ പടക്കപ്പെട്ടതൽ ഇൻസാനുൽ കാമിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങളെ തമ്മിൽ നടന്ന ചില ഭിന്നാഭിപ്രായങ്ങ ഒരു വേള ബണ്ട താണ്ടിയെങ്കിൽ ബണ്ടകൊന്നും സംഭവിക്കല. അതിരടൽ മാത്തു ചത്തുകൾ കുടുങ്ങിയെങ്കിലാ ചത്തുകളുടെ അവസ്ഥ ദുരന്തമാ. അതേ പൊടിയായി പോവൂ, ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോവൂ.
അല്ലാഹു കാക്കട്ടെ. ഈ ദീന്റെ മര്യാദയാണ് ദീനു അന്നസീഹ. എല്ലാവർക്കും നല്ലത് ബാരിക്കട ചിന്തകൾ ഉണ്ടാക്കണു. എല്ലാവർക്കും നല്ലത് ബാരിക്കട ചിന്തകൾ മക്കളെ കൽബിലും ഉണ്ടാക്കണു. അപ്പമേ ഞങ്ങളുടെ മക്കൾ നല്ലൊരു തലമാറായി പറകു സാധിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് തങ്ങൾ എത്ര റായങ്ങാണ് സഫറാക്കിയേ. ബഗ്ദാദിക്ക് പോയില്ലേ മഹാൻ? യഥാർത്ഥത്തിൽ അയാളെ റായം ഇറാനാണ്. ഇറാന്റെ ബഗ്ദാദിക്ക് വന്നില്ലേ? ഈജിപ്തിക്ക് പോയില്ലേ? പിന്നെ കോർഡോവത്തിക്ക് പോയില്ലേ? പിന്നെ തുർക്കിക്ക് യാത്ര നടന്നില്ലേ? പിന്നെ സമർക്കന്ദിക്ക് പോയില്ലേ? പിന്നെ റഷ്യത്തെ ബുഖാറത്തിക്ക് പോയില്ലേ? അവിടെ മഹാനായ ശൈഖ് ഇസാമുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുടെ മുന്നിലും 20 വർഷം മഹാന് പഠിച്ചില്ലേ? മുഅ്മിനീങ്ങളെ, ഈ ത്യാഗം എന്തുകാണ് മഹാന്മാർ പണ്ടാക്കിടെ. ഷാഫി ഇമാമുടെ ജീവിതത്തിൽ ഈ യാത്രങ്ങൾ കണ്ട് ഇത് ഞങ്ങളെ ബാംഗ്ലൂർക്ക് പോണ്ടയുള്ള യാത്രയല്ല, ഡൽഹിക്ക് പോണ്ട യാത്രയല്ല. അതൊരു 1000-2000 കിലോമീറ്റർ മാത്രമാണ്. മുഅ്മിനീങ്ങളെ, പണ്ട് കാലത്തെ യാത്ര, വാഹനങ്ങൾ സൗകര്യമില്ലാത്ത യാത്ര. ആ യാത്ര എത്ര രാഷ്ട്രങ്ങളാണ് താണ്ടി പോയോണ്ടിന്ന്. സുൽത്താനുൽ ഹിന്ദ് ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് 10ലേറെ രാഷ്ട്രങ്ങൾ മഹാൻ താണ്ടി പോയില്ലേ? എന്ത് കാണും മുഅ്മിനീങ്ങളെ? എൻജോയ്മെന്റുകല്ല, താജ്മഹൽ നോക്കുകല്ല, ഖുതുബ് മിനാർ നോക്കുകല്ല, ഗോൽ ഗുംബസ് നോക്കുകല്ല, ഇൽമുടെ തേടിയിട്ടുള്ള യാത്രയാ. ഓരോ രാത്തുക്ക് പോകുമ്പോ ഓരോ മഹാന്മാര് കിട്ടാറ്. അങ്ങളെ മുന്നിൽ വെച്ചിട്ട് വർഷഘട്ടല മഹാന്മാര് പഠിച്ചാറ്. ഇടക്ക് വെച്ചിട്ട് ബാഗ്ദാദില് ഗൗസുല്ലാദമുടെ മീട്ടാവുകുള്ള അവസരം മഹാനക്ക് കിട്ടു. 7 തിങ്കള് മഹാന്റെ ശിഷ്യത്വം എടുക്കിട്. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ ഖാജാ ഗരീബ് നവാസ് തങ്ങൾ അങ്ങനെ പോയിട്ട് 20 വർഷം ഇസാമുദ്ദീനുൽ ബുഖാരി റളിയല്ലാഹു അൻഹുടെ മുന്നിൽ പഠിച്ചിട്ട് പിന്നെ നേരെ പോയത് മക്കത്തുകാണ്. ഒരു ഹജ്ജുമാക്കിയിട്ട് മദീനത്തുക്ക് പോയിട്ട് മദീനത്തിൽ റൗള ഷരീഫുടെ പെർമിഷൻ കിട്ടി പോയിട്ട്, ഓ ഖാജാ മുഈനുദ്ദീൻ ഇനൂടെ നിക്കു തീറ, നേരെ പോനായത് ഹിന്ദുകാൻ. 40 ആൽമാരെ കൂട്ടിയോണ്ടാണ് മഹാൻ വേറെ രാഷ്ട്രം കടന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അജ്മീർക്ക് പണ്ടേ ഈ അജ്മീറിൽ വന്നിട്ട് മഹാനാക്കിയ സ്വരമെന്തേ. എത്രമാ പാപത്വമുള്ള ചോറാണ് കൊടുത്ത്, എത്രമാ ആരോഗ്യമില്ലാത്ത രോഗിയില്ലേ, അങ്ങനെ രോഗങ്ങൾ ശിഫയാക്കി കൊടുത്തേ. ഒരു ഉമ്മം ഇടക്ക് വന്നു ചെന്തു, ഖാജാ നണ്ട മോണ്ട അക്രമമായി കൊന്നുറാറ്, അതുകൊണ്ട് നണ്ട മോണ്ട് ജീമാക്കി തുറന്നു. മോണ്ട കബറുടെ മുന്നിൽ പോയിട്ട് കുമ്പി ഇതിനില്ല, അള്ളാഹുടെ സമ്മതത്തോടെ എനിക്ക് നീന് ചെന്നിട്ടാവുമ്പോ ആ കബറുടെ ഉൾഗത്തെ ആ ചെറിയ മോന് എഞ്ചിനെടുത്ത് ഈ യാത്രയുടെ ഇടക്കാണ് മുഅ്മിനീങ്ങളെ ഇറാഖിൽ വെച്ചിട്ടൊരു സംഭവം നടക്കടെ. സുബ്ഹാനല്ലാഹ്. ജാവായപ്പാ ദൂരത്തിലൊരു തീകത്ര രംഗം കണ്ടിട്ട് മഹാനായ ഖാജാ തങ്ങൾ കൂടെയുള്ള ആളുട്ടിക ചെന്തു. അവിടെയുള്ള ഒരു കഷ്ണം തീകമന്നിട്ട് നീ ഇവിടെ പോയി നമുക്കൊരു വെളിച്ചമായിത്തല്ലേ, അവിടെ പോയിട്ടൊരു തീനി എടുത്തോണ്ട് വാ. കൂടെയുള്ള ശിഷ്യൻ സുബ്ഹാനല്ലാഹ് ആ തീ കത്തിയോണ്ടുള്ള ജാഗത്തുക പോണ്ടു. ആ ജാഗത്തുക പോയി നോക്കുമ്പോ ആ തീ ചില്ലറ തീയല്ല, മജൂസിങ് ആരാധിക്കട തീയാണ്. അഗ്നി ആരാധകന്മാരാണങ്ങ കുറെ ആൽമാർ അവിടെ ഉള്ളാറ്. ഈ പോയ മനുഷ്യൻ അവിടെ ഒരു കോല് തീ കേട്ടിട്ട് ഒരു ചൂട്ട് കേട്ടിട്ട് അങ്ങ ചൊന്നാറി തീ തറകുള്ളതല്ല.
പിന്നെ നേരെ ആ ശിഷ്യൻ ഖാജാ തങ്ങളെ മുന്നിൽ ബന്ധു ചെന്നു. ഓ ഉസ്താദേ, അത് നോക്ക് തറകുള്ള തീയല്ലൗല, അതങ്ങ് ആരാധിക്കട തീയുല. സുബ്ഹാനല്ലാ, മഹാന്മാർ അത് കേട്ട് നിക്കലല്ലേ. എല്ലാരെയും നല്ലാക്കുക പറഞ്ഞ ആൽമാരാണങ്ങ, എല്ലാരെ നന്മ ഉദ്ദേശിക്കട മഹാന്മാരാണങ്ങ. അങ്ങളെ വന്നു പോയി ഒന്ന് ദാവത്ത് നടത്തുക, അങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമുക വിളിക്കുക. നേരെ തീ ആരാധിക്കട ആൽമാരെ മുന്നൊരു ഖാജാ തങ്ങളെ ശിഷ്യനുമായി പോയിട്ട് എന്നിട്ടതേ അങ്ങോട്ട് ചില പതേ തർക്കങ്ങൾ നടത്തിയിട്ട്, ഓ മനുഷ്യന്മാരെ, നിങ്ങൾ ആരാധിക്കട തീയുണ്ടല്ലേ, സ്വന്തം കഴിവുള്ള തീയല്ല. ഒരു ബക്കറ്റ് തന്നെയും കമന്നിട്ട് ആ തീയുടെ മേലിങ്ങനെ ചൊറിച്ചിട്ട് തീ അടഞ്ഞു പോയിട്ട് എന്നിട്ട് മഹാൻ കാട്ടിച്ചെന്തു, ഓ മനുഷ്യന്മാരെ, സ്വന്തം താക്കത്തില്ലാത്ത സാധനമാണ് ഈ തീ. ഞാനൊരു ബക്കറ്റ് തന്നിങ്ങനെ ഇട്ടിട്ടാവുമ്പോ അതിൽ ഒരു സൈഡ് പൊളിഞ്ഞു പോയത് നിങ്ങൾ കണ്ടില്ലേ, പിന്നെയല്ലേ അത് നിങ്ങളെ രക്ഷപ്പെടുത്തരേ. എന്നിട്ട് മഹാൻ പിന്നെയും കൂട്ടിച്ചെന്തു, എന്തുക ചൊല്ലണു, ഒരു രണ്ട് കോല് നിങ്ങൾ യാറെ ഇട്ടാറുണ്ട് കണ്ടെങ്കിൽ ആ തീ പിന്നെയും യാറെ പിടിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളെ കത്തിക്കരിക്കുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കേട്ട് നിന്റെ അഗ്നി ആരാധകന്മാർ, അങ്ങളെ കൂട്ടത്തിലൊരു ലീഡർ ഇന്ന ലീഡർ തിരിച്ചു കേട്ടാ, ഇതെല്ലാം തീയുടെ പ്രകൃതിയാണ്. ഇത് നിങ്ങൾ പഠിപ്പാട്ടി തറന്നുണ്ടെന്നില്ല. തീയുടെ നാച്ചുറൽ അങ്ങനെയാണ്. തന്നിട്ടെങ്കിൽ അത് പൊളിയിട്, രണ്ട് കോലിട്ടെങ്കിൽ തെല്ലിയാറകത്തിര്. തീയുടെ നാച്ചുറാണ്. അതേ ടൈമിൽ നിണ്ടിട്ടുകയും നിങ്ങൾ ചില ക്വസ്റ്റൻ നിങ്ങൾ കേക്കടാ, ആ ക്വസ്റ്റനുക്ക് നീ നല്ല ഉത്തരം തരണു. എന്നിട്ട് ആ രാജാവ് ലീഡർ ഈ ഖാജാ തങ്ങളിട്ടൊരു പ്രശ്നം കേക്കിട്, നീ ചൊന്ന നിന്റെ റബ്ബുണ്ടല്ലേ, നീ വിശേഷനാക്കിയ റബ്ബുണ്ടല്ലേ, എല്ലാത്തും കഴിവുള്ളവനുണ്ടല്ലേ, നീ ചൊല്ലേ, എല്ലാ നിലക്കും ആപതുള്ളവനുണ്ടല്ലേ, നീ ചൊല്ലേ, എല്ലാ കാണ്ടവനുണ്ടല്ലേ, നീ ചൊല്ലേ, എല്ലാ കേക്കിടവനുണ്ടല്ലേ, നീ ചൊല്ലേ, അവനുക്ക് ആദിയില്ല അന്ത്യമില്ലാണ്ടല്ലേ, നീ ചൊല്ലേ, അവനുക്ക് ആകൃതിയില്ല പ്രതിമയില്ല രൂപങ്ങളില്ലാണ്ടല്ലേ, നീ ചൊല്ലേ. എങ്കിൽ ഒരു താക്കത്ത് ഒരു ചലഞ്ചിനി ഏറ്റെടുക്കണം. എന്തിരകൊന്തുണ്ടാ, ഈ തീക്ക് നീ കടക്കണോ, ഈ തീക്ക് നീ കടക്കണോ. എങ്ങനെയാണ് കടക്കണായത്, ഇട്ട ഡ്രസ്സില് നീ കടക്കണോ. നിന്റെ റബ്ബ് നിന്റെ കണ്ടവനുണ്ടായെങ്കിൽ, നിന്റെ റബ്ബ് എല്ലാത്തും ആപതുള്ളവനുണ്ട് കണ്ടെങ്കിൽ, നിന്റെ തീ ഒരു നിലക്കും കരിക്കുക തീറാ. ഈ ചലഞ്ച് ഏറ്റെടുക്കുക നീ റെഡിയാ. ഖാജാ തങ്ങളെ മുന്നിൽ വന്ന സവാല് വല്ലാത്ത സവാലാണ്. മഹാനത് ആ ഉടനെ ഏറ്റെടുത്തിട്ട് ചെന്തു, നാണ് റെഡിയാണ്. കൂടെയുള്ള ഒരു അഗ്നി ആരാധകരുടെ കൈയും പിടിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, യാനാറു കൂനി ബർദൻ വസലാമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണ്ടോദിയ ആയത്തില്ലേ, ഈ ആയത്തും ഓതിയിട്ട് ആ മജൂസിയായ ഒരു ചെറുക്കടെ കൈയും പിടിച്ചിട്ട് ആ തീ കുണ്ടാരത്ത് ഒരു തുള്ളലാൻ. രണ്ട് മനുഷ്യന്മാർ തുള്ളുമ്പോ അവിടെ ചുറ്റുനിന്റെ മനുഷ്യന്മാർ ബബ്ബടിക്കുക തുടങ്ങിയാറ്. ചന്തം കുറെ നേരം ആ തീടുകതിച്ചിട്ട് മഹാൻ ഇനൊരു ഭാഗത്തിലൂടെ പുറത്തു വന്ന് കണ്ടെല്ലാരും അത്ഭുതപ്പെട്ടു പോയാറ്. തടിക്ക് പിടറു, അങ്ങനെ ഡ്രസ്സുകൾ പോലും തീ പിടിച്ചിട്ടില്ല. ഓ മുഅ്മിനീങ്ങളെ, ഈ മജൂസിയായ ഒരാളും കൂടി പോയിടല്ലേ. അയാളുടെ ഒട്ടിಗೆ കേട്ടാറ്, എന്തരയാണ് ഇവിടെ നിങ്ങൾ കണ്ടേ. ആ മജൂസിയായ മനുഷ്യൻ ചെന്ന ആ തീയുടെ കുളിക്ക് ഞങ്ങൾ തുള്ളലോട് കൂടെ നക്കനുഭവപ്പെട്ടത് പൂടത്തോട്ടമാണ്, ഫ്രൂട്ട് തോട്ടമാണ്, ശരിക്കും ഒരു ഗാർഡനിൽ പോയ അനുഭവമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇത് കേട്ട് നിന്റെ ലക്ഷകട്ടല പണ്ട് മജൂസിയായ ആൽമാർ ഹാജാതങ്ങളെ ഒരു കറാമത്തിലൂടെ മുസ്ലിമായി പോയാർ. പരിശുദ്ധമായ ഇസ്ലാം വൈരാഗ്യം കൊണ്ട്
കൊണ്ടിവിടെ പ്രചരിപ്പിച്ചതല്ല, അസൂയ കൊണ്ട് പ്രചരിപ്പിച്ചതല്ല, കത്തി കൊണ്ട് പ്രചരിപ്പിച്ചതല്ല, ബന്ദൂക്ക് കൊണ്ട് പ്രചരിപ്പിച്ചതല്ല, പേടിപ്പാട്ടി പ്രചരിപ്പിച്ചതല്ല, കുതന്ത്രത്തിൽ പ്രചരിപ്പിച്ചതല്ല. എല്ലാവർക്കും നല്ലത് ബാരിക്കട് വിശാല ഹൃദയമായ സ്വാലിഹീങ്ങൾ ഇവിടെ വന്നാറ് അള്ളാഹു അങ്ങളെ തെരഞ്ഞെടുത്ത അങ്ങളെ നല്ല മനസ്സ് കാരണം കൊണ്ട് ലക്ഷകട്ടല മുസ്ലിമീങ്ങ ഈ ലോകത്തുണ്ടായി തീനാറ് മുഅ്മിനീങ്ങളെ. ഉമ്മമാരെ, ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇന്നാണ് ഇശാ നിസ്കരിച്ച്, ഇന്നാണ് മഗ്രിബ് നിസ്കരിച്ച്, ഇന്നാണ് അസർ നിസ്കരിച്ച്, നിസ്കരിക്കണമെന്നൊരു ഉളു എടുത്ത് പല നല്ലതും ആക്കുള്ള തൗഫീഖ് പടച്ച റബ്ബ് നക്ക് തന്ന ഈ എല്ലാ നല്ലതാക്കുമ്പോ നന്റെ എല്ലാ നല്ല തെതിരെയും ഒരു ക്രെഡിറ്റ് പോനേരെ പോയോണ്ടുള്ളത് ബാഗ്ദാദിൽ കിടന്നിട്ടുള്ള ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുടെ ഖബറുകാണ്. ആ മഹാന്റെ മഹാനാക്കി തീർത്ത ആളാരാണ്? ആ മഹാന്റെ അബ്ബ നഷ്ടപ്പെട്ടപ്പാ വിധവയായ ഉമ്മ ഉണ്ട്. ആ ഉമ്മയാണ് സമ്പാദിച്ചിട്ട് ഹലാലായ ചോറും കൊടുത്തിട്ടു ഇമാമുന ശാഫഈയുടെ ബൽത്തിയ കാരണം കൊണ്ട് ആ മോന് ഇൽമു പഠിക്കുള്ള പ്രോത്സാഹം കൊടുത്ത കാരണം കൊണ്ട് നാനിന്റെ ഒരു അസർ നിസ്കരിക്കുമ്പോ നക്കറിയാണ്ട് ഷാഫി ഇമാമുടെ ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ആവലോട് കൂടെ അതിനപ്പുറം കിടന്നിട്ടുള്ള ആ ഉമ്മക്കും കൂലി കിട്ടിയോണ്ടുണ്ട്. ഖാജാ ഗരീബ് നവാസ് തങ്ങൾക്ക് ജന്മം കൊടുത്ത് ഉമ്മുമാഹിന്നൂർ ആ ഉമ്മക്കും കൂലി കിട്ടിയോണ്ടുണ്ട്. കോട്ടികട്ടല മുസ്ലിമീങ്ങളെ പിന്നാലെ അങ്ങളെ ഈമാന്റെ പിന്നാലെ പ്രജ്വല ശക്തിയായി നിക്കടെ മഹാനാണ് സുൽത്താനുൽ ഹിന്ദ്. ഓ മുഅ്മിനീങ്ങളെ, ഇന്റെ നാരിത്തര പ്രസംഗിക്കുമ്പോ ഞാൻ എവിടെയാണ് വായിക്കടേ? ആകാശത്തനക്ക് കിട്ടില്ലല്ലേ, ലൗഹുടനക്ക് കിട്ടില്ലല്ലേ, ഇൽഹാമനക്കില്ലല്ലേ? എന്തെങ്കിലും ചെറിയ ചെറിയ കിതാബങ്ങ ഓതിയിട്ട് വേണ്ടേ? അതൊക്കെ നിന്റെ ഉസ്താദുമാർ പഠിപ്പാട്ടി വേണ്ടേ? അതിൽ പ്രധാനിയല്ലേ സൈനുൽ ഉലമാ മാണി ഉസ്താദ്, അതുപോലത്തെ നിഷ്കളങ്കന്മാരായ സ്വാലിഹീങ്ങ ആ മഹാന്മാര് പഠിപ്പാടി തന്നെ ചെറിയ ചെറിയ ആ കിതാബോധമുള്ള കഴിവല്ലാണ്ട് വേറൊരു കഴിവും ഞങ്ങളെ മുന്നിലില്ല. ആ മഹാന്റെ ഉസ്താദല്ലേ താജുൽ ഉലമാ. ഇണ്ട് കർണാടകത്തെ ഏത് മൂലൽ എന്ത് പ്രവർത്തനങ്ങൾ നടക്കണെങ്കിലും അതിലെ ഒരു ക്രെഡിറ്റ് മഹാന്റെ ഹദറത്തിക്ക് പോയോണ്ടില്ലേ? എന്തേ കാരണ? ഈ ലോകത്ത് ജീവിച്ചത് അങ്ങ് ഉമ്മത്തുക്ക് വേനായിട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജീവിച്ചതുപോലെയാണ് മുഅ്മിനീങ്ങളെ. ഈ ഒരു പ്രോഗ്രാം നടത്തുമ്പോ നല്ലൊരു ചെലവ് ഈ പ്രോഗ്രാമുകൾ ഉണ്ട്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും നല്ല സഹായം നടത്തുന്നു. അതുപോലെ ഉമ്മമാരെ, നല്ല ഇൽമുടെ മജ്ലിസാണിത്. സ്വാലിഹീങ്ങളെ സാക്ഷിയുള്ള മജ്ലിസാണ്. മലായികത്തുകളെ മലായികത്തുകളെ സാക്ഷിയുള്ള മജ്ലിസാണ്. ദുആക്ക് ഉത്തരം കിട്ടിയ മജ്ലിസാണ്. നല്ല നീയത്ത്, നല്ലൊരു സഹകരണം ഈ മജ്ലിസ് എല്ലാവരും ആക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാര്? ആരുണ്ട് കേട്ടെങ്കിൽ ഒരേ ഉത്തരമാണ്, ചെറിയ ഉത്തരമാണ്. അൻഫഉഹും ലിന്നാസ്. മനുഷ്യന്മാർക്ക് വല്ലാണ്ട് ഉപകരിക്കുക തൗഫീഖ് കിട്ടിയൊരു മനുഷ്യ. പേരുകല്ല, പോസ്റ്ററുകല്ല, സ്റ്റാറ്റസുകല്ല, ടോട്ടലി അവണ്ട കൊണ്ട് മനുഷ്യന്മാർക്ക് കുറെ കൊണം കിട്ടിയോണ്ടുണ്ടും. ഉണ്ട് കറായത്തിൽ SSF-ക്കു, SYSC-ക്കു, KCF-ക്കു 10 വർഷമായി 20 വർഷം മുതൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയായിട്ടിക്കും ഉണ്ട്. ആ ബാലക്കാർമാർ സൂറത്തുൽ മുൽക്ക് ഓതുമ്പോ, ആ ബാലക്കാർമാർ സൂറത്തുൽ വാഖിയ ഓതുമ്പോ, ആ ബാലക്കാർമാർ ജമാഅത്തിൽ താല്പര്യത്തോടെ നിസ്കരിക്കുമ്പോ, ആ ബാലക്കാർമാർ ളുഹാ നിസ്കരിക്കുമ്പോ, ദീനീ ബോധത്തിൽ നടക്കുമ്പോ, ഇതിലെ എല്ലാത്തെയും പ്രതിഫലം പണ്ട് ഭിത്തിട്ട തുടക്കമിട്ട ആൽമാരില്ലേ അങ്ങളെ അക്കൗണ്ട് കാണും. മുഅ്മിനീങ്ങളെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇഖ്ലാസ് വേണുണ്ട് മാത്ര. അല്ലാഹു നല്ല ഇഖ്ലാസ് തരട്ടെ. മുഅ്മിനീങ്ങളെ,
ഏറ്റവും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ആളാരാണ്? മനുഷ്യന്മാർക്ക് ഉപകരിക്കുന്ന ആളാണ്. മനുഷ്യന്മാർക്ക് ഉപകരിക്കുന്ന ആളാണ്. ഏത് നിലക്കുള്ള ഉപകാരമാണ്? ചിലപ്പോൾ ചില ആൾമാർക്ക് പലക്കം കൊണ്ട് ഉപകരിക്കുക തീർന്ന്, അങ്ങനെ പലക്കം കൊണ്ട് ഉപകരിക്കുക തീർന്നു മനുഷ്യക്ക് പലക്കറിഞ്ഞിട്ട് ഉപകരിച്ചിട്ട് കൊടുക്കണോ? ഇനടുത്തൊക്കെ സുബ്ഹാനല്ലാഹ് പൈസ കൊടുത്ത് ഉപകരിക്കുക തീർന്ന് എങ്കിൽ പൈസ കൊടുത്ത് ഉപകരിക്കുന്നു. ഇനടുത്തൊക്കെ നല്ല ആരോഗ്യമുണ്ട്, പൈസമില്ല എങ്കിൽ ആരോഗ്യം കൊണ്ട് ഒരു മനുഷ്യ ഉപകരിക്കുന്നു. സുബ്ഹാനല്ലാഹ് ഇനടുത്ത് ഇൽമുണ്ട് എങ്കിൽ ഇൽമുള്ള ആള് ജാഹിലീങ്ങ് ഇൽമു കൊണ്ട് ഉപകരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർക്ക് പടച്ചറപ്പ് കൊടുത്ത ഓരോ കഴിവുങ്ങ ഉണ്ട്. ആ കഴിവുങ്ങ വെച്ചിട്ട് മനുഷ്യന്മാർ ഉപകരിക്കുമ്പോ നബിതങ്ങൾ ചെന്ന പലക്കാണ് ഈ ലോകത്ത് പടച്ചറപ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ടവനു ഔനാ മുഅ്മിനീങ്ങളെ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യക്ക് ഉപകരിക്കണ എന്തെല്ലാം സംഗതികൾ ഉണ്ടാ അതാക്കും ചെന്നിട്ട് പ്രേരണ കൊടുത്തത്. സലാം ചൊല്ലത് ഒരു മനുഷ്യക്ക് വലിയ സമാധാനമാണ്, ദ്വാർന്ന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ കൈ കൊടുക്കുന്നത്, മുസാഫഹത്താക്കുന്നത് ഒരു മനുഷ്യരൊട്ടിക്ക് മഹബത്ത് കൂട്ടുകൊള്ള കാരണമാണ്. ഒരു മനുഷ്യക്ക് പോയി ഹദിയ കൊടുക്കുന്നത് ആ മനുഷ്യക്ക് വലിയ സന്തോഷിപ്പിക്കുന്ന വിഷയമാണ്. ഒരു മനുഷ്യരുടെ മുഖം നോക്കി ചിരിക്കുന്നത് ആ മനുഷ്യക്ക് മനസ്സമാധാനം ഉണ്ടാക്കുന്നതാണ്. ഒരു മനുഷ്യരൊട്ടിക്ക് പോയി നല്ല പലക്കം മുണ്ടത് ആ മനുഷ്യരുടെ സമാധാനപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യരുടെ മുന്നിൽ പോകുമ്പോ പടച്ചറപ്പുക പേനായിട്ട് അതേ നണ്ടനാത്ത വാസനങ്ങ മനുഷ്യക്കാണ്ടിക്കട്ട് അതേ അവനക്ക് മനം പരാണ്ടിക്കട്ട് ചൊല്ല നീയത്തില് അത്തൊരിട്ടോണ്ട് പോണ്ടതില്ലേ ആ മനുഷ്യകാക്കയുടെ ഉപകാരമാണ്. അതേ ഒരു ജമാഅത്തുക്ക് പോകുമ്പോ ബായികരേ ബായിയുടെ വാസനം പണ്ട് ബായിയുടെ സ്മെല്ല് കേടാക്കി പുഡ്രേ സാധനങ്ങ തിന്നാണ്ട് പോണ്ടതില്ലേ അത് ആ മനുഷ്യന്മാര് കാക്കയുടെ ഉപകാരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാള് പള്ളിക്ക് പോകുമ്പോ അവന്റെ ബായിൽ വേണ്ടാത്ത വാസനയ്ക്ക് കുതീറ, അതുകൊണ്ട് നീരുള്ളി തിന്ന കുതീറ, പച്ച നീരുള്ളി തിന്നിടതില്ലേ പരിശുദ്ധമായ ഇസ്ലാം. കാരണമില്ലാണ്ട് പുറത്ത് തിന്നിടാണ്ട് കണ്ടെങ്കിൽ അതിനെ കറാഹത്താക്കിയില്ലേ. ആ പച്ച നീരുള്ളി തിന്നു ബിസ്മിയുള്ളതും കറാഹത്താണ്. എന്ത് കറാഹത്തായ സംഗതിയല്ലത്, അതുകൊണ്ട് ബിസ്മിയുള്ളതും കറാഹത്താണ്. എന്തുകാണ് ഇസ്ലാം ഒരു നീരുള്ളിയുടെ ഒരു കറാഹത്താക്കി വെച്ച്? അകത്തില്ലാണ്ട് ഒരു മുസ്ലിം പച്ച നീരുള്ളി തിന്നു കുതീറ ഉണ്ട്. പല മംഗലത്തുക്കും പോയെങ്കിൽ കച്ചമ്പർ കൊണ്ടൊരു കളി, ആ കച്ചമ്പർക്ക് ആവശ്യമില്ലാണ്ട് ഒരു നീരുള്ളിട്ട് കൊടുക്കരുതും. അതാ ചോറുണ്ട് ബറലോട് കൂടെ ഉണ്ട് ബായി വെടക്കായിട്ട് പിന്നെ ബായി നാറകു തുടങ്ങിത്ത്. ഈ ബായി നാത്തം കൊണ്ട് എത്രമാ മനുഷ്യന്മാർക്ക് തൊന്തരയായി പോയിട്ട്. ഒരു മനുഷ്യക്ക് ചെറിയ നിലക്കുള്ള തൊന്തര പോലും ഇസ്ലാം സഹിക്കില്ല. ഒരു മനുഷ്യയുടെ വായുവാസനം അതിനർത്ഥക്ക് തൊന്തരാക്കിടതാണ്. ഒരു മനുഷ്യ തുമ്മുമ്പോ പരിശുദ്ധമായ ഇസ്ലാം സുന്നത്താക്കിത്ത് അറ്റ്ലീസ്റ്റ് നീ തുമ്മുമ്പോ നിന്റെ കൈയെങ്കിലും മൂക്കറോട് നീ പിടിക്കണോ. നിന്റെ ഒരു തുള്ളി പോലും ഇനൊരു മനുഷ്യയുടെ തടിക്ക് തട്ടി പോകൂ തീറ. കാരണം നിന്നിട്ടിക്ക് വെറുപ്പ് പറകുള്ള കാരണമായി പോവൂ. സുബ്ഹാന ജല്ല ജലാലു. ബായിൽ ഇങ്ങനെ ആക്കളിക്ക് പറയുമ്പോ ഓണ്ടാക്കുമ്പോ അത് ഉദാസീനത്തെ ലക്ഷണമാണ്. അതിൽ പിടിച്ചു വെക്കുക സുന്നത്താണ്. പിടിച്ചു വെക്കുക ഇല്ല ആക്കിട്ട് വേനുണ്ടെന്നെങ്കിൽ ഇടത്തേക്ക് ഇങ്ങനെ വെക്കുക സുന്നത്താണ്. എന്തേ ഇത് കാണ്ട ആൽമാറി നിന്റെ മുഖത്തെ വികാരമായ രൂപമാണ് കണ്ടേ. ഒരു വികൃതി രൂപം രാക്ഷസ പോലെ നിന്റെ കണ്ട ബായി ഇങ്ങനെ തുറക്കുമ്പോ ഒരു തിമിംഗല ബായി തുറന്ന പോലെ ഇങ്ങനെ. ഏത് പള്ളിയും ഏത് അവങ്ങം ചിലപ്പോ ബായിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നീ ബായി തുറക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ഒന്ന് പിടിച്ചു വെക്കുക സുന്നത്താണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയെങ്കിലും സുന്നത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു എത്ര മാത്രം ജാഗ്രതയാണ് പരിശുദ്ധമായ ഇസ്ലാം പടിപാട്ടി തന്നെ. ഒരു തെരുളുണ്ട് ഇനിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ അനാവശ്യമായ കല്ലുങ്ങ മുള്ളുങ്ങ ഉണ്ടെങ്കിൽ സൈഡ് കാക്കി വിടണം. അത് മനുഷ്യകാക്കയുടെ ഉപകാരങ്ങളാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ട് കേട്ടെങ്കിൽ മനുഷ്യന്മാർക്ക് വലിയ കൊണവുള്ള ആളാണോ. അതുകൊണ്ട് കൊണ്ട് കുറെ ഉപകാരം ആ മനുഷ്യന്മാർക്ക് കിട്ടു. അതുകൊണ്ട് കൊണ്ട് സന്തോഷങ്ങം സാന്ത്വനങ്ങം കിട്ടു. അങ്ങനത്തെ മുവഫഖീങ്ങാണ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങ. താജുൽ ഉലമാടെ കൊണ്ട് എത്ര ആൽമാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയേ. ശംസുൽ ഉലമാടെ കൊണ്ട് എത്ര ആൽമാരെ ജഹലാണ് നീങ്ങി കിട്ടിയേ.
ഹാജാ തങ്ങൾ കൊണ്ട് എത്ര ആൽമാരെ ദാരിദ്ര്യമാണ് ഇല്ലാണ്ടായി കിട്ടേ, എത്ര ആൽമാരെ കുഫറാണ് പോയി കിട്ടിയേ, എത്ര ആൽമാർക്കാണ് ഈമാൻ കിട്ടിപ്പോയേ. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ഉമ്മമാരെ, ഇതിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. കാരണം ഈ പരിസരത്തിൽ, ഈ റായത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് ഉപകാരാക്കുന്ന ആൽമാർ നിങ്ങാണ്. എന്തേ? സുബൈത്തൊരു ചായം വെച്ച് കൊടുത്താറ്, പിന്നത്തെ നാഷ്ടം വെച്ച് കൊടുത്താറ്, പിന്നത്തൊരു ചോറും വെച്ച് കൊടുത്താറ്, അസറുക നല്ല ചായവും കടിയുമാക്കിയാറ്, ജാവുക നല്ല ചോറോ നാഷ്ടമോ ആക്കി കൊടുത്താറ്. ആരുകാണ് കൊടുത്തോണ്ടുള്ളേ? സ്വന്തം മാപ്പുലകാണ്, മക്കളാണ്. നിങ്ങളെ നീയത്ത് നല്ല ഉണ്ടാ എങ്കിൽ പടച്ചറബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽമാർ ഈ കറായത്തിൽ പെണ്ണുങ്ങളാണ്. എത്ര ആൽമാർക്കാണ് നിങ്ങളെ കൊണ്ട് കൊണം കിട്ടേ? ഒരു മനുഷ്യരുടെ വിശപ്പ് നീങ്ങി കൊടുക്കുന്നതില്ലേ? ഒരു മനുഷ്യരുടെ പൈപ്പില്ലാണ്ടാക്കിടതില്ലേ? ഒരു മനുഷ്യരെ പട്ടിണില്ലാണ്ടാക്കിടതില്ലേ? അതിരത്ര മാത്രം മിനുന്നുകൊണ്ടാവും നിങ്ങളെ. ഒരു സാനിയത്തായ പെണ്ണ് പോലും നടന്നുകൊണ്ട് പോകുമ്പോ ദാഹിച്ച് കിടക്കുന്ന ഒരു നായി, മുഗല്ലദായ നജസ് എന്നിട്ട് അറിയപ്പെട്ട നായി, ആ നായുടെ ജീവത്ത് മുമ്പിലയില്ലേ? അനാവശ്യമായി ഒരു നായിക കല്ലടിക്കുക പോലും ഹറാമല്ലേ മുഅ്മിനീങ്ങളെ? കടിക്കട നായുടെ അല്ലേ കൊല്ലനുണ്ട് ഇസ്ലാം എന്നൊരു. അതേ ടൈമില് പാവങ്ങളായ കുറെ നായക ഉണ്ടും ആ നായി കല്ലടിക്കണത് ഹറാമു എന്ന് പഠിപ്പാട്ടിയ ദീനാണിത്. ആ നായുടെ കണ്ടപ്പ തന്റെ ചൂട് കെന്തുക മുക്കിയിട്ട് അതിൽ തന്നെ കോരിയിട്ട് ആ ദാഹത്തിൽ പടക്കട നായുടെ ദാഹം തീർത്തു കൊടുത്ത കാരണം കൊണ്ട് സ്വർഗത്തുക പോയ പെണ്ണല്ലേ സാനിയത്തായ പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വഹാബത്തുക്ക് പഠിപ്പാട്ടി കൊടുത്തില്ലേ? തഹജ്ജുദും ദിക്റും സ്വലാത്തുമായി നടക്കണ പെണ്ണ് മനസ്സ് ശരിയില്ലാണ്ട് കണ്ടെങ്കിൽ അവളുടെ ഒരു പണിക്കും വിലയില്ല. പണ്ടങ്ങനെ ഒരു പെണ്ണിന്നാള് പക്ഷേ പൂച്ചട കെട്ടിയിട്ടിട്ട് പട്ടിണി കിടത്തിയ ആള് ഇത് കാരണം കൊണ്ട് ആ പെണ്ണുക്ക് നരകം നിർബന്ധമായി പോയിട്ട്. അതുകൊണ്ട് ഉമ്മമാരെ, ഒരു നാലുകന് എത്ര ആൽമാരെ വിശപ്പാണ് തീർത്തു കൊടുത്തോണ്ടുള്ളേ? എത്ര ആൽമാരെ പട്ടിണിയാണ് തീർത്തു കൊടുത്തോണ്ടുള്ളേ? നല്ല നീയത്തിൽ നിങ്ങാക്കുമ്പോ പടച്ചറബ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽമാരായി നിങ്ങൾ തീർറാറും. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് മുഅ്മിനീങ്ങളെ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി തന്നെ ആലിമീങ്ങളെ മൂന്നാമത്തെ ഗുണമാണ് ഇബാദ. ജീവിതത്തിൽ ഇബാദത്ത് ഒരു കുറവും ഞങ്ങളുടെ ജീവിതത്തിൽ കാണലാ. താജുല്ലുലമാടെ ജീവിതം എടുത്തു നോക്കൂ, ശംസുല്ലുലമാടെ ജീവിതം എടുത്തു നോക്കൂ. നിങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ എല്ലാ ടൈമും ഏകദേശ ടൈമും ഞങ്ങളെ തടിൽ ഉളു ഇന്നോണ്ടിന്ത് മുഅ്മിനീങ്ങളെ ഉളു ദായിമാക്കിക്കൊണ്ടിരുന്ന മഹാന്മാരാണ്. ഉളു ദായിമാക്കിക്കൊണ്ടിരുന്ന ആൽമാരെ പ്രത്യേകത എന്ത്? നിബിധങ്ങൾ പടിപാടി തന്നില്ലേ? മരിക്കുമ്പോ ആ മനുഷ്യരുടെ കൈ മുസാഫഹത്താക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാം പണ്ട് അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് ഉളു എപ്പോഴും ദായിമയ്ക്കിടെ തടിയില്ലേ? ആ തടിക്ക് തപ്പാക്കുള്ള തെറുങ്ങ അല്ലാഹു ബന്ധാക്കി വെക്കടാ. ശൈത്താന്റെ ശർറിങ്ങയ്ക്കില്ല മുഅ്മിനീങ്ങളെ. ശൈത്താൻ സാധാരണ എവിടെ കാണും? പണ്ടേ മാലിന്യമുള്ള ജാഗത്ത് കാണും, അശുദ്ധിയുള്ള ജാഗത്ത് കാണും. ആ ജാഗത്ത് തൊട്ട് നിങ്ങൾ ക്ലിയർ ആയാണ്ട് കണ്ടെങ്കിൽ, ഞങ്ങളെ തടി എപ്പോഴും ഉളൂറുള്ള തടിയുണ്ട് കണ്ടെങ്കിൽ ശൈത്താൻ ഞങ്ങളെ തൊട്ട് ദൂറാവിടാ. പിന്നമാ ആഖിറത്തിൽ ഏറ്റവും ഫസ്റ്റ് ഐഡന്റിഫൈ അവിടെ ആൽമാറങ്ങായി തീർറ. നബിതങ്ങൾ ചൊന്നില്ലേ? എപ്പോഴും ഉളുവെടുക്കട ആള് ഉളുവെടുക്കുമ്പോ കൈയും കാലും മുഖവും നീട്ടിക്കൽകിടാനില്ലേ? നാളെ ആഖിറത്തിൽ നബിതങ്ങളെ ഉമ്മത്ത് ചെന്നിട്ട് ഐഡന്റിഫൈ ആക്കപ്പെടവൂ ഏറ്റവും വേഗ തീർന്ന ആളാണ് അവണു. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് മുഅ്മിനീങ്ങളെ ആ ഉളുടെ സുന്നത്ത് എത്രയുണ്ട്? ഞങ്ങളെ മഹാന്മാർ അത് പുട്ടകമാ. ഒരു സുന്നത്തും ജീവിതത്തിൽ വർജിക്കാത്ത ആൽമാരാണങ്ങ.
വെറും ഒരു സാമ്പിളുകനാണ് ചൊല്ലട്ട. ഒരു ഉദൂൽ മാത്രം എത്ര സുന്നത്തുകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മിസ്സാവിടെ. ഒരു ഉദൂ തളങ്ങുടെ മുന്നൊരു ഉദു എന്ന സുന്നത്തിനാണ് വീട്ടാ ചെന്നിട്ട് ഞങ്ങൾ തുടങ്ങിയങ്ങ ഒട്ടുക ഞങ്ങളെ മുങ്കയിങ്ങാണ് കൽകിടെ. ഈ കൽകിറെ അതേ കൽകിൽ പിന്നെ പലരും നേരെ പോണ്ട് ബായമുക്കുളിക്കുകയാണ്. ഇടയ്ക്ക് രണ്ട് സുന്നത്താണ് നഷ്ടപ്പെടുന്നത്. ഏതാണ് ഒരു സുന്നത്ത്? മുങ്കൈ കൽകിൽ പിന്നെ പരസ്പരം രണ്ട് ബെർലിംഗം ഇങ്ങനെ കോർക്കുക സുന്നത്തില്ലേ, അതും 3 പാട്ടാക്കുക സുന്നത്തില്ലേ. ഈ പരസ്പരം കൈക്കോർക്കുടെ സുന്നത്തർത്ഥം നഷ്ടപ്പെടുത്തിയെങ്കിലാ റസൂലുള്ളാഹിയുടെ സുന്നത്ത് നഷ്ടപ്പെടുത്തിയതുപോലെയാണ്. നബിതങ്ങൾ ആക്കിയ ഉളുടെ എതിരെ ആക്കിയതുപോലെയാണ്. നബിതങ്ങൾ എങ്ങനെ ആക്കി കാട്ടിടാം അതുപോലെ ആക്കലല്ലേ യഥാർത്ഥ ഉളു. അങ്ങനെ മുങ്കൈ കൽകിയിട്ട് പരസ്പരം ബെർലിംഗ് അവർത്ത കോർക്കുമ്പോ വലിയ മഹത്വമാണ് എനിക്ക് കിട്ടേ. മഹാനായ അജല്ലു സിർരി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ആ മഹാൻ സുബ്ഹാനല്ലാഹ് ഒരു നാൾ ഇങ്ങനെ ഉളു എടുത്തോണ്ടിരിക്കുമ്പോ ഈ ബെർല് പരസ്പരം കോർക്കിടത് മറന്നുപോയിട്ട് ഈ മറന്നുപോയ മഹാൻ ഇടയ്ക്കിങ്ങനെ ഉളു എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം കേട്ടുപോയിട്ട് യാ അജല്ല സിർരി, നബിതങ്ങളെ മഹബത്തുണ്ട് എന്ന് വാദിക്കുന്ന ആളല്ലേ നിങ്ങ. പക്ഷേ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കൈകോർക്കൂടെ ചൊല്ലൊരു സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിച്ചാറല്ലേ. സുബ്ഹാനല്ലാഹ്, മഹാനുക്ക് വല്ലാണ്ട് ഷോക്കായി പോയിട്ട് അയാളുടെ ശിഷ്യനായ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ചൊന്തു, ഈ സുന്നത്ത് ഉപേക്ഷിച്ചിൽ പിന്നെ നന്റെ ഉസ്താദായ അജല്ലു സിർരി ചൊല്ല മഹാണ്ട് നാണ് കണ്ടോണ്ടിരുന്നത് ഒരു ഷോക്ക് അടിച്ച ആളെ പോലെയാ. ജീവിതത്തിൽ യന്ത്രമാവൊരു സംഭവിച്ചിട്ട് ഷോക്കടിച്ചു പോയ ആൽമാർ പോലെയിക്കില്ലേ മുഅ്മിനീങ്ങളെ. BP ഹൈ ആയതുകൊണ്ടാ, BP ലോ ആയതുകൊണ്ടാ ലക്കു അടിച്ച ആൽമാരിക്കില്ലേ അങ്ങനെ ജീവിതം മങ്കായി പോണ്ടില്ലേ. അതുപോലെയാണ് നന്റെ ഉസ്താദർ നാണ് കണ്ടേ. പിന്നെ നന്റെ ജീവിതത്തിൽ ഉസ്താദ് ആക്റ്റീവായിട്ട് കിടന്നാണ് കണ്ടിട്ടില്ല. ഒരു മങ്കായ പോലെയാണ് ഇന്ന്. സുബ്ഹാനല്ലാഹ്, ഒരു 4 ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നാണ് കേട്ട ഉസ്താദേ, എന്തേ നിങ്ങൾക്ക് ഈ മങ്ക് ബാധിച്ചേ? ഒരു കാലത്ത് നല്ല ആക്റ്റീവ് ഇല്ലെന്താ. സുബ്ഹാനല്ലാഹ്, മഹാനായ അജല്ലു സിർരി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, മോനെ ഒരു 3 വർഷം മുന്നലു നന്റെ കുലുവെടുക്കടേടല് നന്റെ പരസ്പരം മുങ്കൈ കൽകിൽ പിന്നെ നന്റെ ബെർലിംഗ പരസ്പരം കോർക്കിടതിനാണ് മറന്നുപോയ. ആ മറക്കലോട് കൂടെ നന്റെ ജീവിതത്തിൽ വല്ലാത്ത ബേജാറ് വന്നു പോയിട്ട് ഇതുവരെ ജീവിതത്തിൽ നബിതങ്ങളെ ഒരു സുന്നത്തും ഉപേക്ഷിച്ചാളല്ല, അണ്ടൊരു സുന്നത്ത് ഉപേക്ഷിച്ചു പോയല്ലേ മോനെ. നാളാഖിറത്തിൽ നബിതങ്ങളെ മുഖം നാണ് എങ്ങനെയാണ് കണ്ടേ. ഒരു സുന്നത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ ആ മഹാന്മാർ ഇന്ന് ബേജാറ് നോക്കൊരു മുഅ്മിനീങ്ങളെ. ഈ പരസ്പരം കൈകോർക്കുടതില്ലേ, ഇത് വലിയൊരു സുന്നത്താണ്. പിന്നെ മിസ്വാക്കാക്കിടതാ, അസ്സിവാക്കു മർളാത്തുൽ ലിർറബ്ബി, നന്റെ റബ്ബുക്ക് വലിയ ഇഷ്ടപ്പെട്ട സാധനമാണ് മിസ്വാക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദോഷങ്ങൾ പുറത്തു കിട്ടവും ഞങ്ങളെ ബായങ്ങളെ വാസനങ്ങൾ നല്ലാവും അള്ളാഹു ഞങ്ങളെ തൃപ്തിപ്പെടുകയും ഏറ്റവും നല്ല ചെറിയ സുന്നത്താണ് മുഅ്മിനീങ്ങളെ. ബ്രഷാക്കട ചൊല്ല സുന്നത്ത് മിനിമം ഒരു 12 ഞങ്ങൾക്കുള്ള പ്രയത്നം നടത്തണോ. നിസ്കാരത്തിലും അത് സുന്നത്തുണ്ട്, ഉലൂലും സുന്നത്തുണ്ട്. നബിതങ്ങളെ ചൊന്നില്ലേ, നിന്റെ ജീവിതത്തിൽ ഉമ്മത്രമേല് പ്രയാസാണ്ട് കണ്ടിട്ടില്ലാണ്ടതാണ് വിചാരിച്ചതെങ്കിൽ നാണ് മിസ്വാക്കാക്കടത് ഫർളാക്കിരന്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം മഹത്വം ആ സുന്നത്ത് കൊണ്ട് മുഅ്മിനീങ്ങളെ. ചെറിയ ചെറിയ സുന്നത്ത് കാണും, ചിലപ്പോൾ വലിയ വലിയ പദവികൾ ഞങ്ങൾ എത്തുപാട്ട്. മിഅ്റാജ് സംഭവം നടന്ന തിങ്കളല്ലേ റജബ്. ആ റജബിലല്ലേ നബിതങ്ങൾ മിഅ്റാജിന് പോയി. സ്വർഗം നോക്കുമ്പോ ആ സ്വർഗത്തിൽ വലിയൊരു പാലേസ് കണ്ടില്ലേ. ആ പാലേസ് ആരുള്ളതാണ്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉള്ളതാണ്. ഭൂമിക്ക് വന്നിട്ട് കൊറിയ നാളും കഴിഞ്ഞിട്ട് ബിലാൽ ഇബ്നു റബാഹുടെ കേട്ടില്ലേ മോനെ ബിലാൽ, നിക്കുള്ള പാലേസിനാണ് സ്വർഗത്തിൽ കണ്ട. എന്തൊരമലാണ് നീനാക്കിയോണ്ടുള്ളേ.
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചൊന്നില്ല നബിയെ, വിശേഷമായിട്ടൊന്നുമില്ല, നിന്റെ ജീവിതത്തിൽ പുതിയത് ചൊന്നിട്ട് ഞാൻ ആക്കിയോണ്ടുള്ളേ ഉദൂൽ പിന്നത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഉദു എടുത്തെങ്കിൽ ഞാൻ ഉദുവിടെ പേരിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കടേ. അപ്പോഴാണ് നബിതങ്ങൾ അതേ അംഗീകാരം കൊടുക്കൂടെ. എങ്കിൽ ആ സുന്നത്താണ് മോനെ, നിക്ക് സ്വർഗത്തിൽ വലിയൊരു ഭവനമുണ്ടാക്കി തന്നരേ. എന്തുക ചൊല്ലണു മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ ഒരു ഭവനം കിട്ടണ ചെറിയൊരു സൂത്രം നബിതങ്ങൾ പഠിപ്പാട്ടി തന്നില്ലേ. എല്ലാ വെള്ളിയാഴ്ച ജാവുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പോലുക. മൻഖറ സൂറത്ത് ദുഖാൻ ലൈലത്തുൽ ജുമഅത്തി ഔ യൗമഹാ, ജുമഅയുടെ ജാവുക പോലുക. ഒരാൾ ദുഖാൻ സൂറത്ത് ഓതുരാണ്ട് കണ്ടെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. മുഅ്മിനീങ്ങളെ, കറായത്തിലുള്ള ഒരു സെന്റ് എത്രയാണ് വിലയുള്ള? 10 സെന്റ് എത്രയാണ് വിലയുള്ള? ഒരു മിനിമം ഒരു ജാഗെടുത്തിട്ട് അവ കിട്ടണോണ്ട് കണ്ടെങ്കിൽ ഒരു 50 ലാഖിയുടെ ചെലവല്ലേ ഒരു കറായത്തുള്ള ചെറിയ റായത്തിലുള്ള. എങ്കിൽ ഉപ്പിനങ്ങാടിയില ആ 50 ലാഖ് 1 കോടിയായി തീർന്നില്ലേ? മൈക്കാത്തില 10 കോടിയായില്ലേ? ബാംഗ്ലൂരിലാ സുബ്ഹാനല്ലാ 100 കോടിയായില്ലേ? ബോംബെലാ സുബ്ഹാനല്ലാ 500 കോടിയായില്ലേ? ഇവിടുത്തെ ചെറിയ ചെറിയ ജാഗത്ത് വല്ലാണ്ട് ബലഞ്ചുള്ള മനുഷ്യ ആഖിറത്തിൽ ഒരു സെന്റ് ജാഗം ഖരീദിയാക്കുക സാധ്യമുണ്ടാ? അവിടെയാണ് നബിതങ്ങൾ ചെറിയ ചെറിയ അമലുകൾ പഠിപ്പാട്ടി തന്നു ചൊല്ലെ. സൂറത്തു ദുഖാൻ വെള്ളിയാശ ജാബുകോതൊരാള്, വെള്ളിയാശ പോലുക ഓതൊരാള് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തിട്ട്. ഒരു 5 മിനിറ്റ് ടൈമാണ് മുഅ്മിനീങ്ങളെ ബേനായെ ദുഖാൻ സൂറത്തോതകൂ. അതും നാളുകല്ല, വാർത്ത ഒരു പാട്ടാണ്. അതും വെള്ളിയാശ ജാവാണ്, എന്ത് വെള്ളിയാശ ജാവാണ്, അല്ലെങ്കിൽ വെള്ളിയാശ പോൽ മന്ത്രികാണ്. കിട്ടോഫറ സ്വർഗത്തിൽ വലിയൊരു ഭവനമാണ്. സുബ്ഹാനല്ലാഹ്. മൻ ദഖല മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചെറിയ ദിക്ർ എന്നിട്ട് നബി തങ്ങൾ ചൊന്നില്ലേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാള് മനസ്സറിഞ്ഞ് ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ദഖലൽ ജന്ന, അവന്റെ സ്വർഗം ഫിക്സായി പോയിട്ട്. ചെറിയ ദിക്റാണ് മുഅ്മിനീങ്ങളെ. എല്ലാ ബാങ്ക് കേൾക്കുമ്പോ നിങ്ങൾ അശ്രദ്ധമായി ചൊല്ല ദിക്റാണ്. യഥാർത്ഥത്തിലൊന്നും മനസ്സറിഞ്ഞ് ചൊന്നെങ്കിലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നക്കൊരു ശക്തിയുമില്ല, നക്കൊരു കഴിവുമില്ല. പടച്ചറബ് കഴിവ് തന്നെങ്കിലേ ഇബാദത്താകുക തീരൂ. പടച്ചറബ് തന്റെ മാറ്റി നിർത്തിയെങ്കിലേ ദോഷങ്ങൾ ഇല്ലാണ്ട് ജീവിക്കുക തീരൂ. ചൊല്ല ആശയം ഉണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നക്കൊന്നുമില്ല, എല്ലാം പടച്ചറബ് തന്നിട്ട് വേണം ചൊല്ല ആശയം. ഈ ആശയം മനസ്സുറപ്പിച്ചിട്ട് ഒരാൾ ചൊല്ലുമ്പോ അത് കാരണമായി ദഖലൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഅ്മിനീങ്ങളെ, ഫർദ് മാത്രം എടുത്തിട്ട് പടച്ചറബ്ബുക മുട്ടാവുക സാധ്യമല്ല. പടച്ചറബ്ബുടെ അടുപ്പം വേണ, ആഖിറത്തെ ചിന്തം കൂടണ, അല്ലാഹുടെ ബോധം വരണ, റസൂലുള്ളാഹിയുള്ള മഹബ്ബത്ത് കൂടണ. എങ്കിൽ മഹാന്മാർ സകല മഹാന്മാരും പഠിപ്പാട്ടി തന്നത് മസാല അബ്ദി ബിന്നവാഫിലി യഖ്റബു ഹത്താ കൂന ലഹു യദൻ വഅർജുലാ വസംഅ മിൻഹു സുമ്മ ഐനൻ ബാസിറാ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി അർബലാ. മോനെ, സുന്നത്ത് ധാരാളം ജീവിതത്തിലുണ്ടാ. എങ്കിൽ ഒരു ഊത്തുനീര് തന്നെ കൂതിയെങ്കിൽ അത് കൊടിക്കിടങ്ങളെ സീക്കുന്നത് ശിഫാണ്. താജുല്ലുലമാടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒറ്റൊരു ലുഹാനിസ്കാരം മിസ്സാക്കിയ മഹാനല്ല, മുനാഫിക്കായ മനുഷ്യനല്ലേ ലുഹാനിസ്കരിക്കാണ്ടിക്കു ചെന്നിട്ടു. നബിതങ്ങൾ പഠിപ്പാട്ടി തന്നെ ലാ യുസല്ലിൽ
മുനാഫിഖു സ്വലാത്തൽ ദുഹാ വലാ യഖറഉ സൂറത്തുൽ കാഫിറൂൻ. മുനാഫിഖായ മനുഷ്യമാ, ഖൽബുൽ ഈമാൻ ഗട്ടിയില്ലാത്തവനാ, ഖൽബുൽ കാപട്യ ഉള്ളവനാ എങ്കിൽ അവന്റെ ജീവിതത്തിൽ ദുഹാ നിസ്കരിക്കുക സാധിക്കല, സൂറത്തുൽ കാഫിറൂൻ ഓതുക സാധിക്കല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ താജുൽ ഉലമായുടെ ജീവിതത്തിലുണ്ടാ മുഅ്മിനീങ്ങളെ 11 റക്അത്ത് വിത്ർ നഷ്ടപ്പെട്ടത്. ആ താജുൽ ഉലമായുടെ ജീവിതത്തിലുണ്ടാ എല്ലാ ഫർദ് നിസ്കാരത്തെ മുന്നിലും പിന്നെയുള്ള വക്കതായ റവാത്തിബും അല്ലാത്ത റവാത്തിബ് സുന്നത്ത് നിസ്കാരവും നഷ്ടപ്പെട്ടത്. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസല്ലേ, മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബല അൽ-ളുഹ്രി വ 4 ബഅദഹാ ഹറമഹുല്ലാഹു അലന്നാർ. ളുഹ്റിന്റെ മുന്നിലുള്ള 4 റക്അത്ത് റവാത്തിബ്, ളുഹ്റിന്റെ പിന്നെയുള്ള 4 റക്അത്ത് റവാത്തിബ് ഒരാൾ പതിവായി നിസ്കരിക്കാണ്ട് കണ്ടെങ്കിൽ ഹറമഹുല്ലാഹു അലന്നാർ, അവന്റെ തടി നരകത്ത് ഹറാമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, കിട്ടുന്ന ചെറിയ ചെറിയ ഇബാദത്തുക ഞങ്ങളുടെ ജീവിതത്തെ വലിയ ശുഭ്രമാക്കിയിട്ടത് തീർക്കിടും, നരകം ഹറാമാക്കി തീർക്കിടും, സ്വർഗം വാജിബാക്കി തീർക്കിടും. മൻ സല്ല ഖബല അൽ-അസ്രി 4 ഹറമഹുല്ലാഹു അലന്നാർ. അതേപോലെ തന്നെ ഒരു ഹദീസാണ്, അശറിന്റെ മുന്നത്തെ 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാണ്ട് കണ്ടെങ്കിൽ നരകം മൗനുക അല്ലാഹു ഹറാമാക്കിയ. മൻ സല്ല ബഅദൽ മഗ്രിബി റക്അത്തൈനി ഖബല അൻ യതകല്ലമ കുതിബത ഫീ അല്ലിയീൻ. മഗ്രിബ് നിസ്കരിച്ച സാത്ത് ആരട്ടികയും ഉണ്ടാണ്ട് അപ്പവേ 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചാണ്ട് കണ്ടെങ്കിൽ മോനെ നിന്റെ സ്ഥാനം സ്വർഗത്തിലുള്ള ആൽമാര ലിസ്റ്റിൽ പെട്ടിട്ട് അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട്. മുഅ്മിനീങ്ങളെ, എല്ലാ ഫംഗ്ഷനുമായിട്ട് ജാവ് 1 ഗണ്ടകും 2 ഗണ്ടകും അല്ലെങ്കിൽ 10 ഗണ്ടകും 11 ഗണ്ടകും എത്തിയോണ്ടിന്ന് താജുൽ ഉലമാ സുബഹിക്ക് എഞ്ചോണ്ടിന്നത് തഹജ്ജുദുകാൻ. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാരത്തിൽ പിന്നെ ഏറ്റവും വലിയ മഹത്വമുള്ള പടച്ച റബ്ബുടെ മുന്നിൽ ഏറ്റവും വലിയ കണക്ക് പണ്ട് നിസ്കാരമാണ്. ജാബ് കൊന്നു ഉറങ്ങിട്ടെഞ്ചി നിസ്കരിക്കട നിസ്കാരം. റകഅത്താനി ഫീ ജൗഫിൽ ലൈലി തുകഫിറാനിൽ ഖതായാ. ഒരു 2 റക്അത്ത് ഒരാള് ജാബുടെ ഉറക്കിടഞ്ചിട്ട് നിസ്കരിക്കറാണ്. ഈ 2 റക്അത്ത് നിസ്കാരം അവന്റെ സകലമാനം പാപങ്ങളും പൊറുത്തു കൊടുക്കുന്നിട്ട് പടിപാട്ടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹയുടെ മുട്ടം പിടിച്ചിട്ട് സ്വഹാബത്തിനെ മുട്ടം പിടിച്ചിട്ട് നബിതങ്ങൾ പടിപാട്ടി കൊടുത്തില്ലേ, സ്വഹാബത്തെ അലൈക്കും ബിഖിയാമിൽ ലൈൽ, ജാബ് വന്ന് എഞ്ചി നിസ്കരിക്കൂ. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളെ റൂട്ടീനാണ്, സ്വാലിഹീങ്ങളെ ആദത്താണ്. നാളെ ആഖിറത്തിൽ 2 ലൈന് മാത്രമേ സ്വർഗത്ത് കാണു. ഒന്ന് അംബിയായുടെ ലൈനാണ്, ഇന്നൊന്ന് സ്വാലിഹീങ്ങളെ ലൈനാണ്. അംബിയായുടെ ലൈനിൽ നിൽക്കുക ഞങ്ങളെ കൊണ്ട് ഒരു കാലത്തും സാധ്യമല്ല. കാരണം അത് അംബിയാകുമാറുള്ള ലൈനാണ്. സ്വാലിഹീങ്ങളെ ലൈനിലാ നിൽക്കുക സാധ്യമുണ്ട്. എങ്ങനെ അങ്ങനെ ചില റൂട്ടീൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു റൂട്ടീനാണ് മുഅ്മിനീങ്ങളെ. ജാവ് കൊന്ന് കിടന്നിറങ്ങിയിട്ട് എഞ്ചിട്ട് നിസ്കരിക്കരുത്. ഖുർബത്തുൻ ഇലല്ലാഹ്, പടച്ച റബ്ബുക എത്രയും വേഗത്തിൽ മുട്ടാക്കട നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാര. ജീവിതത്തിൽ തപ്പുങ്ങ പറയാത്തതുപോലെ ഞങ്ങൾ
ഞങ്ങൾക്ക് കാവലായി നിക്കട നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാര. മുകഫിറത്തുൽ ലിസ്സയ്യാത്ത്, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തന്റെ നിസ്കാരമാണ്. വമതുറദത്തുൽ ലിദ്ദായി അനിൽ ജസദി, ഞങ്ങളുടെ തടിക്ക് വേണ്ട അനാരോഗ്യങ്ങളില്ലേ, സീക്കങ്ങളില്ലേ, ഈ സീക്കങ്ങളെ ആട്ടി ഓടുപാട്ട സാധനമാണ്. മുഅ്മിനീങ്ങളെ തഹജ്ജുദിന്റെ ടൈമും ആ തഹജ്ജുദിന്റെ നിസ്കാരവും പടച്ച റബ്ബേ നീ തൗഫീഖ് തരണം അല്ലാഹ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിൽ പിന്നെ അതേ അയാളെ ശിഷ്യക അയാളെ കിനാവിൽ കണ്ടിട്ട് ആ ശിഷ്യൻ കേക്കട്, ഉസ്താദേ നിങ്ങളെ പരലോകത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ഉസ്താദേ? മഹാൻ അവിടെ കൊടുക്കുട ഉത്തരമുണ്ട്, നളർത്തു ഇലാ റബ്ബി അയാനാ ഫഖാല ലി ഹനീആ റിളായി അൻക യബ്ന സഈദ്. നന്റെ റബ്ബിടെ നക്ക് നേരിട്ട് കാണുക അല്ലാഹു തൗഫീഖ് തന്ന. എന്നിട്ട് നന്റെ വിളിച്ചിട്ട് ചൊന്ന നക്ക് നിന്റെ ഭാഗ്യ തൃപ്തിയാണ്. എന്തേ കാരണ? ലഖദ് കുൻത ഖവ്വാമൻ ഇദൽ ലൈലു ഖദ് ജാ ബിഅബ്റാത്തി മുഷ്താഖിൻ വഖൽബിൻ നമീദി. വല്ലാത്ത താല്പര്യത്തിലല്ലേ, വല്ലാത്ത മനസ്സുകൊണ്ടല്ലേ എല്ലാരും കിടന്നുറങ്ങടെ ആ പാതിജാപുര ടൈമിലും നീ നക്ബേനായി നിന്റെ നിസ്കരിച്ചേ. അതുകൊണ്ട് ഫദൂനക ഫഖ്തർ അയ്യ ഖസ്റിൻ തുരീദുഹു വസുർനി ഫഇന്നി അൻക ഗൈറു ബഈദി. മോനെ സുഫിയാനെ, നിക്കിഷ്ടമുള്ള സ്വർഗം തെരഞ്ഞെടുത്തോ, കാരണം നീനക്കടുത്ത ആളാണ്. മുഅ്മിനീങ്ങളെ തഹജ്ജുദ് വല്ലാത്ത മഹത്വമാണ്. ജീവിതത്തിൽ മുറിയാണ്ട് പതിവാക്കിയ മഹാനല്ലേ താജുൽ ഉലമാ, കഴിഞ്ഞുപോയ ശംസുൽ ഉലമാ. അങ്ങ് നഷ്ടപ്പെടകുണ്ടാ, അങ്ങ് പടച്ച റബ്ബുടെ റഹ്മത്ത് തൊട്ട് ദൂറാവുകൊണ്ടാ. അല്ലാഹുക്ക് വല്ലാണ്ട് ഇബാദത്ത് ചെയ്ത മഹാന്മാരല്ലേ. ഇതിനിടക്കല്ലേ സുബ്ഹാനല്ലാഹ് മഹാൻ എല്ലാ നാളും ഹിസ്ബുൽ ബഹർ ചൊല്ലു, എല്ലാ നാളും ഹിസ്ബുൻ നസ്ർ ചൊല്ലു, എല്ലാ നാളും വിർദുൽ ലത്തീഫ് ചൊല്ലു, എല്ലാ നാളും ഹദ്ദാദ് ചൊല്ലു. അതിൽ ഹദ്ദാദ് ചൊന്നെങ്കിൽ മാത്രമേ സുബ്ഹാനല്ലാഹ് ഇമാമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ. ഹദ്ദാദ് പതിവാക്കിട ഒരാള് അവന്റെ ജീവിതത്തിൽ മരിക്കുന്ന ടൈം ആവുമ്പോ അവനുക്ക് സൂൽ ഖാത്തിമത്ത് വരല, ഈമാൻ നഷ്ടപ്പെട്ടിട്ടുള്ള മരണം വരല. അവന്റെ ജീവിതത്തിൽ ഈമാനോട് കൂടെ മരിക്കുന്നത് ഉറപ്പാണ്. ഹദ്ദാദ് അത്രമാത്രം മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. ഇതുപോലെയുള്ള ഒരു വിരുദ മുഅ്മിനീങ്ങളെ, ഹദ്ദാദ് മാത്രമല്ല, ഹിസ്ബുൽ ബഹർ മാത്രമല്ല, ഹിസ്ബുൻ നസ്ർ മാത്രമല്ല, അതിനിടക്കുണ്ട് അസ്മാഉൽ ഹുസ്ന ഓതല്, അതിനിടക്കുണ്ട് അസ്മാഉൽ ബദർ ഓതല്. സുബൈകാരര ഗണ്ടക്ക് തുടങ്ങിയ ദർസ് അസ്ർ 4 ഗണ്ട തോള് ദർസാണ്. അതിനിടക്ക് തുഹ്ഫത്തുൽ മുഹ്താജ് ഓതി കൊടുക്കൂ, അതിനിടക്ക് സുബ്ഹാനല്ലാഹ് ശറഹുൽ അഖായിദ് ഖയാലി അടക്കം ഓതി കൊടുക്കൂ, അതിനിടക്ക് ഖഗോള ശാസ്ത്രം പഠിപ്പാട്ടി കൊടുക്കൂ, അതിനിടക്ക് മാത്തമാറ്റിക്സ് പഠിപ്പാട്ടി കൊടുക്കൂ, അതിനിടക്ക് ഫൽസഫ പഠിപ്പാട്ടി കൊടുക്കൂ, അതിനിടക്ക് ലോജിക് പഠിപ്പാട്ടി കൊടുക്കൂ. ഇങ്ങനെ ഇൽമുടെ വിവിധങ്ങളായ മേഖലകളിലെ മുഅ്മിനീങ്ങളെ അതിനെ ഒരുപോലെ കാണാണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നൊരു മഹാന് താജുൽ ഉലമ അല്ലാണ്ട് ഈ അടുത്ത കാലത്ത് ഒരു മഹാനും കടന്നു പോയിട്ടില്ല. പടച്ച റബ്ബേ ഞങ്ങളുടെ മദത് നീ ഞങ്ങൾക്ക് തരണു അല്ലാ, ഞങ്ങളുടെ ദറജം നീ ഉയർത്തണു അല്ലാ. അതിനിടക്കാണ് മുഅ്മിനീങ്ങളെ എല്ലാ ഫർളും ജമാഅത്തായി നിസ്കരിക്കടേ, എല്ലാ ഫർളുടെയും റവാത്തിബ് നിസ്കരിക്കടേ, ദുആ നിസ്കരിക്കടേ, വിത്ർ നിസ്കരിക്കടേ. അതിനിടക്കാണ് ഓരോ വിർദുങ്ങ ചൊന്നു തീർക്കടേ. കഅബത്ത് മുന്നിൽ പോയിട്ട് അസ്മാഉൽ ഹുസ്നയുടെ 99 പേരുങ്ങും ഓരോ പേരുങ്ങും ഓരോ ലക്ഷണം തീർത്ത മഹാനല്ലേ താജുൽ ഉലമാ. മുഅ്മിനീങ്ങളെ ആ 99 പേരുങ്ങും ഓരോ പേരും 1 ലക്ഷം തീർക്കണത് വിടൊരു ഒരു 4 ഗണങ്ങ മര്യാദകൾ ഓതറമാ മുഅ്മിനീങ്ങളെ. അസ്മാഉൽ ഹുസ്ന പതിവാക്കിയ ആള്, അസ്മാഉൽ ഹുസ്ന മനപ്പാട് ആക്കിയ
ആള്. ഈമാനില്ലാണ്ട് മരണമില്ല. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇതുപോലെ ഇബാദത്തുകളെ കൊണ്ടും ദർശങ്ങളെ കൊണ്ടും ഇൽമുകളെ കൊണ്ടും ആൽമാര മസ്ലഹത്താക്കൾ കൊണ്ടും ജീവിച്ച് നടന്ന മഹാൻ പടച്ച റബ്ബ് ഞങ്ങളെ കാവൽ ഞങ്ങൾക്ക് നീ തരണു അല്ലാ. ഞങ്ങളെ മദദ് നീ ഞങ്ങൾക്ക് തരണു അല്ലാ. ഇതെല്ലാം ഒരു നാല് മാത്രമല്ല, ഒരു ബല്യാസ ജാവ് മാത്രമല്ല, ഒരു ബല്യാസ മാത്രമല്ല, ജീവിതത്തെ എല്ലാ വർഷവും ഇടപെടാണ്ട് മുറിയാണ്ട് നിർവഹിച്ച മഹാനാണ് ഇമാമുന അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു. പടിപാടി തന്നില്ലേ ബാഹ്യമായ കറാമത്തില്ലേ? യഥാർത്ഥത്തിൽ അതല്ല കറാമത്ത്. യഥാർത്ഥ കറാമത്ത് ഒരു മനുഷ്യരെ നിങ്ങൾ കാണണ. ആ കറാമത്ത് എന്തിനുകൊണ്ടുണ്ട? ഇണ്ടിന്നത് പോലെ നാളെ ഉള്ളതുപോലെ നാളെക്കലിയുമുള്ള അവന്റെ കഴിഞ്ഞ വർഷത്തെ ജീവനം എങ്ങനമാ അതുപോലെയാണ് ഈ വർഷത്തെ ജീവിതം. ഇതുപോലെ ഇസ്തിഖാമത്ത് ജീവിതമില്ലേ മുഅ്മിനീങ്ങളെ? ഒരു ജമാഅത്തും തപ്പലില്ല, ഒരു സുന്നത്തും തപ്പലില്ല, ഒരു ഹിസ്ബും തപ്പലില്ല, ഒരു വിറുദും തപ്പലില്ല. ജീവിതത്തിൽ എല്ലാ നന്മകും എരിയത്ത 4 ഘണ്ടം സാക്ഷിയാവിടെ മഹാന്മാർ. അങ്ങാണ് കറാമത്ര യഥാർത്ഥ ആൽമാർ ചെന്നിട്ടു. അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പടിപാടിത്തണ്ടേ. അതിലെ ഒരു ഭാഗമല്ലേ ഇന്റെ സൈനുൽ ഉലമായിൽ കണ്ടേ, മാണി ഉസ്താദിൽ കണ്ടേ. ഉസ്താദ് ജീവിതത്തിൽ ആക്കിടാമലെന്തരെ ആക്കടത് ശരിയായെങ്കിലും അത് എല്ലാ നാളും ഉസ്താദ് ആക്കൂ. സുബ്ഹാനല്ലാഹ്, ചെറിയതുണ്ടെന്നാണ് ചൊന്നത്. താജുൽ ഉലമാനെ അപേക്ഷിച്ചിട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് വലുതാണ് മുഅ്മിനീങ്ങളെ. ഈ വയസ്സുകാലായ ഇണ്ടും ദർസ് എടുത്തുകൊണ്ടുണ്ട്. അതിനിടയ്ക്ക് എല്ലാ നാളും ജമാഅത്ത് തപ്പാണ്ട് നിസ്കരിക്കട്. സുബ്ഹാനല്ലാഹ്, റവാത്തിബും മിസ്സാക്കല. ബാലക്കാർമാരായ ഞങ്ങമ ഒരു ജണ്ടക്കാത്ത റവാത്തിബിൽ ഭർത്തിയാക്കി ബുഡ്ര, പിന്നെ ജണ്ടക്കാത്ത് നിസ്കരിക്കലില്ല. അതേ ടൈമിൽ ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർ അങ്ങനെ തടിക്കാരോഗ്യമില്ല, വയസ്സായി പോയിട്ട് കാലുക നല്ല ക്ഷീണമുണ്ട്. പക്ഷേ അങ്ങനെ നിണ്ട് നിസ്കരിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു യാത്രയിൽ ഉംറത്തുക പോയപ്പാ ഉണ്ട് പലരും വീൽ ചെയറിലാണ് ഉംറാക്കിടെ. പക്ഷേ 80 വയസ്സായ ശൈഖുന ഉസ്താദ് ഉംറം നടന്നിട്ടാണ്, അതേ തവാഫ് നടന്നിട്ടാണ്, സഈ നടന്നിട്ടാണ് ഉസ്താദാക്കിയതിനാണ് കണ്ടേ. ഇബാദത്തിന്റെ ഭാഗങ്ങൾ പറയുമ്പോ വല്ലാത്ത ആവേശമാണ് മുഅ്മിനീങ്ങളെ. അത് അല്ലാഹു കൊടുക്കുന്ന ആവേശമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാരല്ലേ ഞങ്ങളെ മുന്നിലുള്ളേ? ഈ മഹാന്മാരല്ലേ ഞങ്ങൾക്ക് പ്രതീക്ഷയായിട്ടുള്ളേ? അങ്ങല്ലേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വലിയ നിധിങ്ങ. അങ്ങത്രയും വലിയ നിധിങ്ങാവുള്ള കാരണം എന്തേ? ദീർഘകാലം അല്ലാഹുവിന്റെ നൂറായ ഇൽമു പഠിച്ചാറ് ചൊല്ലതാണ്. ഗൗസുല്ലാദമായത് എങ്ങനെയാണ്? ദീർഘമായ 50 വർഷം ഇൽമു പഠിച്ചതാണ്. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ വനിൽതു സാദ മിൻ മൗലൽ മബാലി. ഇൽമു പഠിച്ചിട്ടാണ് മഹാൻ ഏറ്റവും വലിയ ഖുതുബുൽ ആദമായി തീനെ. അതേപോലെയല്ലേ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഇൽമു പഠിക്കുന്നതിൽ ശുഗലായി മങ്ങിലാവിടുന്നതിനെ പോലും മറന്നുപോയ മഹാൻ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു. മഹാൻ ഇൽമു പഠിച്ച് ഹത്താ തതഖത്തബ. ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചെന്നില്ലേ, ഗൗസുൽ ആദമുടെ പോലെ ഖുതുബായ ഇനൊരു മഹാനാണ് ഇമാമുന നബവി റളിയല്ലാഹു അൻഹു. ആ മഹാൻ ഖുതുബായ വിവരം ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾക്ക് കിട്ടിപ്പോയിട്ട് അയാള് വല്ലാത്ത സന്തോഷത്തിൽ ഇമാമുന നബവിയുടെ മുട്ട ബന്ധ് എന്ത് കാണും? ഇതെല്ലാവർക്കും നാണ് ചൊല്ലുകാണ്. സുബ്ഹാനല്ലാഹ്, ദൂരത്തിൽ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു വിലായത്ത് കിട്ടിയ ഈ മനുഷ്യൻ ഇങ്ങനെ ഓടി വണ്ടത് കാണുമ്പോ ദൂരത്തിൽ ആ മഹാന്റെ മുട്ട ചൊന്തു. ചൊന്നുരെങ്കി വെച്ചിറല നണ്ട ബഗ്ഗ ചൊന്നുറുകു തീറ നാണ് കുത്തുബായ ദാറുകും ചൊല്ലുകു തീറ
വായടക്കിയിട്ട് പോണു. ഒരു വേള നണ്ട ബഗ്ഗനീന്ന് ചൊല്ലാണ്ട് കണ്ടെങ്കിൽ നാണ് കുത്തുബായ വിഷയം ആൽമാരുടെ പ്രചരണാക്കിടാണ്ട് കണ്ടെങ്കിൽ നിന്റെ വിലായത്ത് ഇപ്പമേനാണ് ഊറുക ചെന്നിട്ടു ആ മനുഷ്യക്ക് വാർണിംഗ് കൊടുത്തിട്ട് പെരുവ് കടത്തിയ മഹാനാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, മഹാന്മാരെ ജീവിതമാണത്. അതുപോലെ നമുക്ക് സാധിക്കുക. ഏതെങ്കിലും ഒരു നല്ലതാക്കെങ്കിൽ ചൊന്നു തീർക്കുകല്ലേ പ്രയത്നപ്പെടേ. എങ്ങനെങ്കിലും അത് ചൊന്നു തീർക്കണു. ഔത്ര ജാലടിച്ചെങ്കിലും ചൊന്നു തീർക്കണു. ഔത്ര ടോയ്ലറ്റ് കളിക്കെങ്കിലും ചൊന്നു തീർക്കണു. സുബ്ഹാനല്ലാഹ്, ഒരാളെ സഹായിച്ചെങ്കിൽ ചൊന്നു തീർക്കണു. ഒരാൾക്ക് 10 രൂപ കൊടുത്തെങ്കിലും ചൊന്നു തീർക്കണു. നല്ലതെല്ലാം തീർത്തു പോണ്ട ലോകമായി ഞങ്ങൾ കണ്ടോണ്ടുള്ള അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അതേ ടൈമിൽ മഹാന്മാർ ഈ ലോകത്തേക്ക് ഫിഖ്ഹ് ഫൗണ്ടേഷൻ ഇട്ട മഹാനല്ലേ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ആ മഹാൻ 24 വയസ്സാവുമ്പമേ അണ്ടത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് നെൽ മദ്രസത്തുൻ നിസാമിയ ഔഡ്ര ചാൻസലർ ആയിട്ട് ഔഡ്ര രാജാവാക്കിയില്ലേ ഗസാലി ഇമാം. അണ്ട് ലോകത്തെ മുഫ്തിയാണ്. ലോകത്തെ മുഫ്തിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, ഗസാലി ഇമാമയുടെ കിട്ടുകുബേനായി രാജാക്കന്മാർ ക്യൂ നിണ്ടില്ലേ, അധികാരിമാർ ക്യൂ നിണ്ടില്ലേ, സമ്മാനങ്ങൾ കൊടുക്കുക ആൽമാർ മുന്നിൽ വന്നില്ലേ, ഹദിയങ്ങൾ കൊടുക്കുക ആൽമാർ മുന്നിൽ വന്നില്ലേ. 24 വർഷത്തില് സുബ്ഹാനല്ലാഹ്, ആറായത്തിൽ ബഹർ പോലെ താലിമീങ്ങയിക്കുമ്പോ 24 വയസ്സുള്ള ചെറിയ ബാലക്കാരാ ഗസാലി ചൊല്ല പേരുള്ള മഹാൻ. സുബ്ഹാനല്ലാഹ്, ആ മഹാനുക ആ രാജാവ് ചാൻസലർ പട്ട കൊടുക്കടാ. ആറായത്തെ സർവാലിമീങ്ങും അത് അംഗീകരിക്കിടാറ്, അയാളെ അനുസരിക്കിടാറ്. പക്ഷേ 29 വയസ്സാവുമ്പോ മഹാൻ അത് വിട്ടെറിഞ്ഞു പോണ്ടു. നാണ് രാജി കൊടുക്കണേണ്ട് ചൊല്ലു. ആൽമാർ പഷ്ടക തമാശാണ്ട് പേര് ചാറി. എന്തേ ഇത്രയും വലിയ സ്ഥാനം ലോകത്തിനാർക്കും കിട്ടിയിട്ടില്ല, ഇനി കിട്ടകും പോണ്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥാനം വലിച്ചെറിഞ്ഞു പോണ്ടമാ. അതും ഞങ്ങളുടെ രായത്തിൽ ഇത്രമാത്രം ഹദിയങ്ങ് കിട്ടിയിട്ട്, ഇത്രമാത്രം ഗൗരവങ്ങൾ കിട്ടിയിട്ട്, ഇത്രമാത്രം ആദരവങ്ങൾ കിട്ടിയിട്ട് ഞങ്ങളുടെ ഗസാലി ഞങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റിയിലെ വിട്ടുപോണ്ടമാ. ഇത് തമാശയല്ലേ. പലരും ചെന്ന് നടക്കുമ്പോഴേ ഇടലാണ് ഗസാലിമാം രാജനാമയുടെ ലെറ്ററും എഴുതിയിട്ട് രാജാവിടെ മുന്നിൽ കൊടുത്തിട്ടു യാത്ര പോണ്ട മുഅ്മിനീങ്ങളെ. 55 വർഷത്തോളം യാത്രയാണ്. 29ാമത്തെ വർഷത്തിൽ തുടങ്ങിയ യാത്ര. സുബ്ഹാനല്ലാഹ്, 55 വർഷത്തോളം യാത്രയാണ് മുഅ്മിനീങ്ങളെ. ഈ യാത്ര എന്തുകൊള്ള യാത്രയാണ്? സുൽത്താനുൽ ഹിന്ദ് ബഗ്യനാണ് ചൊന്നില്ലേ. അത് എന്റർടൈൻമെന്റ് യാത്രയല്ല, റായ കാണുള്ള യാത്രയല്ല. പിന്നെയും പിന്നെയും ഇൽമു പഠിക്കുന്ന ദാഹമാണ്. ഈ 55 വർഷം അവിടെ ഇടയ്ക്ക് മഹാൻ 400ഓളം കിതാബ് എഴുതില്ലേ മുഅ്മിനീങ്ങളെ. ആ മഹാനക ജീവിതത്തിൽ ഒരു കിതാബുമായി ഏതാണ് ആ കിതാബ്? ഇഹ്യാ ഉലൂമുദ്ദീനാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ നോക്കിയിട്ടല്ലേ, വായിച്ചിട്ടല്ലേ പിന്നെ വന്ന പലരും ഔലിയാക്കന്മാരായി തീർന്നേ. വീണ്ടും ആ കിതാബ് ഇങ്ങനെ മുന്നിൽ വെച്ച് വായിക്കുമ്പോ 1000 വർഷം മുന്നിൽ മരണപ്പെട്ടു പോയ ഗസാലി ഇമാം ഞങ്ങളെ മുന്നിൽ വാതുകളുടെ ദൃശ്യമാണതില്. എത്ര ആൽമാരെ ടർണാക്കിയ കിതാബാണ്, എത്ര ആൽമാരെ പടച്ചുറപ്പുക മുട്ടാക്കിയ കിതാബാണ്, എത്ര ആൽമാരെ വിലായത്ത് സ്ഥാനത്ത് എത്തുവാണ്ടിയ കിതാബാണ്. ആ കിതാബുക്ക് സാക്ഷിയായ മഹാനല്ല ഗസാലി ഇമാം. അങ്ങനത്തെ ഒരു കിതാബല്ല, 400ഓളം കിതാബ് മഹാൻ എഴുതിയിട്ട് ഈ യാത്രയുടെ ഇടയ്ക്ക് സുബ്ഹാനല്ലാഹ് ഒരു ശിഷ്യൻ കിട്ടിപ്പോയിട്ട് ആ ശിഷ്യൻ യാത്ര പോകേണ്ട ഗസാലി ഇമാമിന്റെ മുഖം നോക്കിയിട്ട് കേട്ടിട്ട്, ഉസ്താദേ വലിയ യൂണിവേഴ്സിറ്റിയുടെ മുദരിസായിട്ട് ഇന്ന് നിങ്ങ ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഇന്ന് നിങ്ങ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേ? ഗസാലി ഇമാമിന്റെ മുന്നൊരു ശിഷ്യൻ വന്ന് കേട്ട ക്വസ്റ്റ്യനുക്ക് മഹാൻ കണ്ണ് മറിച്ചിട്ടാണ് ഉത്തരം കൊടുക്കൂടെ. മോനെ, അതല്ല യഥാർത്ഥമായ ജീവിതം, ഇതാണ് യഥാർത്ഥമായ ജീവിതം. അണ്ടിനാണ് പലരെയും പാരിതോഷികം കിട്ടുകുപേനായിട്ട്, പലരെയും ഹദിയങ്ങൾ കിട്ടുകുപേനായിട്ട്, പലരെ നല്ല പലകങ്ങൾ കിട്ടുകുപേനായിട്ട്, പലരെയും മധുഹങ്ങൾ കേൾക്കുകുപേനായിട്ട്, പലരെയും സന്തോഷിപ്പിക്കുകുപേനായിട്ട് 5 വർഷം
മഹാൻ അവിടെ നീണ്ടുകൊടുത്തില്ലേ. നിന്റെ ജീവിതത്തെ ഏറ്റവും വലിയ തപ്പ് അതാണ് മോനെ. ഈ ജീവിതത്തിൽ നിനക്കൊരു തപ്പും കണ്ടില്ല. ഇത് ശുദ്ധമായ ജീവിതമാണ്, കിബറില്ലാത്ത ജീവിതമാണ്, റിയായില്ലാത്ത ജീവിതമാണ്, ഉജുബില്ലാത്ത ജീവിതമാണ്, സ്റ്റാറ്റസും പ്രസ്റ്റീജും ഇല്ലാത്ത ജീവിതമാണ്, മനുഷ്യന്മാരെ കയ്യിലുള്ളത് കൊതിക്കാത്ത ജീവിതമാണ്. ഗസാലി ഇമാം ഇങ്ങനെ ചൊന്നിട്ട് മുസാഫിറായി നടന്നിട്ട് സുബ്ഹാനല്ലാഹ് ഡമാസ്കസ് എത്തിയിട്ട് ഒരു പള്ളിയുടെ മുക്രിയായി നിണ്ടില്ലേ. എന്ത് കാണത് നിണ്ട്? ആ പള്ളിയിൽ മുക്രിയായി നിൽക്കുമ്പോ കമ്മിറ്റിയുടെ ആൽമാരെ ബായിൽ പലതും കേൾക്കാനായി വരൂ. എന്തേ മുക്രിക്ക് അവിടെ നിങ്ങൾ അടിച്ചിട്ടില്ല? എന്തേ മുക്രിക്ക് നിങ്ങൾ ഇവിടെ എന്ത് ക്ലീൻ ആക്കിയിട്ടില്ല? എന്തേ മുക്രിക്ക് ടൈമുക്ക് ബാങ്കൊടുത്തില്ല? ഇങ്ങനെ കുറെ പറച്ചിലും കേട്ടിട്ട് നിന്റെ മനസ്സൊന്നു നല്ലാക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കപ്പലിൽ യാത്രയാക്കുന്ന ടൈമിലു ഒരു ബാലക്കാരായ മനുഷ്യൻ വന്നിട്ട് ആ മഹാന്റെ പെരടി കടിച്ചില്ലേ. റഈസുസ്സാഹിദീനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ പെരടി കടിച്ചിട്ടാവുമ്പോ കൂടെയുള്ള ആൽമാർ പ്രതികരിക്കുക പോയില്ലേ. അപ്പോഴല്ലേ മഹാൻ ചൊല്ല്, തിരിച്ചടിക്കണ്ട, ഒരു കെപ്പക മാത്രമല്ലേ അടി പോകുന്നത്, അതുപോലെയുള്ള 100 അടിയും 1000 അടിയും കിട്ടുക അർഹപ്പെട്ട ആളാണ് ഞാൻ. ഇമാമുന ശിബ്ലി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ട് പോകുമ്പോ കൂടെ ശിഷ്യന്മാരുള്ള ആരോ പെരോത്തിൽ നിന്നിട്ട് ബെന്നൂരെറിഞ്ഞാർ. ആ ബെന്നൂരെറിഞ്ഞത് കാണുമ്പോ ശിഷ്യന്മാർ പ്രതികരിക്കുക പോയാർ. സുബ്ഹാനല്ലാഹ്, ശിബ്ലി ഇമാം ചെന്ന പലക്കാണ്, നന്റെ മേല് ബെന്നൂർ മാത്രമല്ലേ പോകുന്നത്. യഥാർത്ഥത്തിൽ തീ പോലെ അർഹനായ ആളാണ് ഞാൻ. ഇതുപോലെ തവാദു കാട്ടി മരണപ്പെട്ടു പോയ മഹാന്മാരെത്തറ. താജുൽ ഉലമായുടെ ജീവിതത്തെ പല പ്രസംഗത്തിലും ഞങ്ങൾ കേട്ടില്ലേ. ജീവിതത്തെ 24 ഗണ്ടയും ഇബാദത്താക്കി ഞങ്ങളെ മുന്നൊരു തീർത്ത് കാട്ടിയ മഹാനല്ലേ താജുൽ ഉലമ. പലപ്പോഴും സ്റ്റേജിൽ വെച്ചെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ സാക്ഷിയാക്കിയിട്ട് താജുൽ ഉലമ പലപ്പോഴും ദ്വാരക്കലുണ്ട്. പടച്ച റബ്ബേ, മരിക്കുമ്പോ ഈമാൻ കിട്ടിയിട്ട് കൽബുലങ്കിയിട്ട് മാരിഫത്ത് കിട്ടിയിട്ട് മരിക്കുള്ള ഭാഗ്യം താ അല്ലാഹ്. എന്തൊരു തവാളുടെ ദുആണ് മുഅ്മിനീങ്ങളെ. എവിടെ താജുൽ ഉലമ, എവിടെ നങ്ങ മദ്ഹ് ചൊന്നു തീർക്കുകയെ നമുക്ക് സാധിക്കുവല്ലാണ്ട് ആ ജീവിതത്തെ ഒരണുപോലും ടച്ചാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഡമാസ്കസിലെ മുക്രിയായിരിക്കുന്ന ടൈമിലാണ് അപ്പുറത്തെ പള്ളിയിൽ ദർസ് നടന്നുകൊണ്ടുള്ളേ. ഈ ദർസ് നടക്കിടക്കാണ് മഹാൻ ഒരു നാളൊരു കമ്പലിയും പേച്ചോണ്ടു മുണ്ടതയ്ക്കിടയ്ക്ക് ദർസിൽ പോയി കൂടാ ചെന്നിട്ടു. ആ ദർസിലെ ലാസ്റ്റ് സഫിൽ പോയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കടൂ. ദർസിൽ ഭയങ്കരമായ ചർച്ച നടന്നുകൊണ്ടുണ്ടു. ആ കൂട്ടത്തിൽ ഒരു ശിഷ്യനും ചിന്നിട്ട് മുദർരിസിന്റെ മുന്നിൽ വല്ലാണ്ടൊരു ക്വസ്റ്റൻ കേട്ടുകൊണ്ടുണ്ടു. ആ ക്വസ്റ്റന്റെ ഉത്തരമായി ഉസ്താദ് ചൊന്നോണ്ടുള്ള പലക ഖാലൽ ഗസ്സാലി. ഗസ്സാലി വിഷയത്തിൽ ഇങ്ങനെ ചൊന്നൂരുണ്ടാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. റായയുടെ സഫർ പോയി വന്നിട്ട് ഒരു ഡമാസ്കസിലെ പള്ളിയിൽ മുക്രിയായി നിന്നിട്ട് അപ്പുറത്തെ പള്ളിയുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ പോയിട്ട് നിൽക്കുമ്പോ ഔഡർ മുദരിസും പേരെടുത്ത് ചെന്നിട്ടുള്ള ഗസ്സാലി ഇങ്ങനെ ഈ വിഷയത്തിൽ ചെന്നു. ആ മുദരിസ് കൊന്തില്ല, ഈ മജ്ലിസിൽ ഗസ്സാലി ഉണ്ട് എന്നിട്ട് ഗസ്സാലിയും ഔഡർ ഒരൊറ്റ വാട്ട നങ്ങട്ടെങ്കിൽ എന്താക്കന്ത അത് പിന്നെ നാണേ. അത് ഗസ്സാലി നാണേ പിന്നെ ചൊന്നിട്ടാണ് മാത്രം ഇങ്ങനെ കുറെ കിബിറ് കാട്ടുകയും ഔഡർ എല്ലാ ആദരങ്ങം ഷാലങ്ങം എടുത്തിട്ട് നല്ല റഹത്ത് പോലെ ഉണ്ടിട്ട് പോയറന്തനങ്ങ. ഞങ്ങളെ പേര് ബറവ് കാത്തോണ്ടില്ല, ഞങ്ങ വന്നോണ്ടില്ലാണ്ട് മാത്ര ബറവ് കാത്തോണ്ടില്ലേ. എവിടെയെങ്കിലും ഇടയ്ക്കെങ്കിലും പേര് പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് മിനിമം ഒരു പോസ്റ്ററെങ്കിലും പറഞ്ഞു. അത് സ്റ്റാറ്റസ് പോലെ ഉണ്ട്. ഇതാണ് പലരുടെയും ഇന്നത്തെ ഉദ്ദേശം. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയ കാലമാണ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ലോകത്ത് കഴിഞ്ഞു പോയ സകല മഹാന്മാരും ജീവിച്ചത് അള്ളാഹുബേനായി ജീവിച്ചാർ, അള്ളാഹുബേനായി പഠിച്ചാറ്, അതിൽ പടിപ്പാട്ടി കൊടുത്താർ. നണ്ട പലക്കമ്മാൻ നിപ്പാട്ട പത്തരക്കാണ് വാദനിപ്പാട്ടനായത്. അള്ളാഹു ഞങ്ങളുടെ മജ്‌ലിസ് എല്ലാം സ്വീകരിക്കട്ടെ. ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാർ ഇൽമുടെ എത്രമാത്രം സ്നേഹിച്ചാറുണ്ട് കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഒരു മഹാന്റെ സംഭവം കണ്ട് സിയർ അലാമിൻ നുബല ആ സംഭവം കണ്ട് മഹാനായ ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു ഒരു വിധവയായ പെണ്ണിടെ മങ്ങിലാവടും അല്ലിട്ട് കേക്കിടാറ്. എങ്ങനെ വിധവയായ പെണ്ണിടെ മങ്ങിലായ
അപ്പൊ മഹാൻ കൊടുത്തറ തുങ്കഹുൽ മർഅതു ലിഅർബഅതി ഖിസ്വാൽ 4 കാര്യത്തുകൾ പെണ്ണിട മംഗളാവനായി. ഒന്നെന്തെങ്കിലും ഒന്ന് അവളുടെ ലിദീനിഹ വലി ഹസബിഹ ഒരു ജമാലിഹ ഒരു മാലിഹ 4 കാര്യത്തുകാണ് മംഗിലാവനായതുണ്ട്. ഇയാൾ ചൊല്ലും നാണ് ഈ പെണ്ണിട മംഗിലായത് ലികുതുബിഹ ഈ പെണ്ണിട്ട കുറെ കിതാബും കൊണ്ടു. ആരെ കിതാബു? ഷാഫി ഇമാം എഴുതി വെച്ച കിതാബുങ്ങ ഈ പെണ്ണിടെ മുന്നോല് മരിച്ചുപോയ മാപ്പുള്ളിട്ട് ആ മാപ്പുള്ളിയുടെ അനന്തര സ്വത്തായിട്ട് ഇപ്പൊ ഈ പെണ്ണുകാണ് കിട്ടിയിട്ടുള്ളേ. അതുകൊണ്ട് ഈ വിധവയായ പെണ്ണിടുന്നാണ് മംഗിലാവിടെ എന്തേ തുങ്കഹുൽ മർഅതു ലികുതുബിഹ ഈ പെണ്ണിടെ കയ്യില് ഷാഫി ഇമാമുടെ കിതാബും കൊണ്ടു. സുബ്ഹാന ജല്ല ജലാലു ഇൽമുരട്ടിക്കുള്ള താല്പര്യങ്ങൾ നോക്കറും ആ പെണ്ണിടെ കയ്യിൽ കിതാബിൻ നയിക്ക് ആ മഹാൻ ആ പെണ്ണിടെ കെട്ടിട്ടാണ്. സുബ്ഹാന ജല്ല ജലാലു. എന്തേ കാരണം? എല്ലാവരും മനസ്സിലാക്കിയാറ് ഈ ലോകത്തിൽ ഇൽമുടെ പോലെ ഒരു മഹത്വമുള്ള ഇൽമുടെ പോലെ ഒരു ബാക്കി നിൽക്കുന്ന ഒരു സാധനം വേറൊന്നുമില്ല. കാരണം അത് അല്ലാഹുവിന്റെ നൂറാണ്, നൂറെപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചൊല്ലെ തന്റെ പ്രിയ പുത്രിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിച്ചു കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ മഹറുക പോലും കാശില്ലാത്ത ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബിതങ്ങളാണ് ഒരു പുല്ലും ഒണ്ടടം സൗകര്യമാക്കിയിട്ട് ആ പുല്ല് ഉണക്കി കൊവന്നിട്ട് മാർക്കറ്റിൽ വിത്തിട്ട് ആ പൈസയിൽ നീ മഹർ കൊടുന്നിട്ട് നബിതങ്ങളെ സൗകര്യമാക്കി കൊടുത്തിട്ടു കെട്ടിച്ചു കൊടുത്ത എന്ത് അലി ഇബ്നു അബീ ത്വാലിബ് ഇൽമിൻതത് കൊണ്ടാണ്. ഇൽമുക നബിതങ്ങൾ മഹത്വം കൊടുത്തു. ഈ ലോകത്ത് ആദ്യമായി അറബിക്ക് ഗ്രാമർ തുടങ്ങിയ മഹാൻ ആരുണ്ട് കേട്ടെങ്കിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് പലപ്പോഴും ചൊല്ലലുണ്ട് റളീനാ ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ ലനാ ഇൽമുൻ വലിൽ അഅദാഇ മാലൂ ഫഇന്നൽ മാല യഫ്നാ അൻ ഖരീബി വഇന്നൽ ഇൽമ യബ്ഖാ ലാ യസൂലു. പടച്ച റബ്ബ് നമുക്കൊരു സാധനം ഓഹരിയാക്കി തന്നറ, ഓതി വെച്ച് തന്നറ. എന്തിനാണത്? നമുക്ക് ഇൽമു തന്ന റബ്ബ് അതേ ടൈമിൽ ഞങ്ങളെ ശത്രുക അല്ലാഹു തആല സമ്പത്ത് കൊടുത്ത ഈ സമ്പത്തോ തീർന്നു പോണ്ടതാണ്. അതേ ടൈമിൽ ഇൽമ എക്കാലത്തും ബാക്കിയുള്ളതാ. ആ മഹാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാടെ കെട്ടിക്കൊടുത്തേ. ഓ മുഅ്മിനീങ്ങളെ, ഇൽമുടെ സ്നേഹിച്ച് ഇൽമുടെ പഠിപ്പാട്ടിയിട്ട് ഇൽമുടെ പ്രചരിപ്പിച്ചിട്ട് ഈ റായത്തും പറായത്തും ലോകത്തിൽ പല പ്രവർത്തനത്തും സാക്ഷിയായ ഞങ്ങളെ മഹാന്മാർ താജുൽ ഉലമ അടക്കമുള്ള ശംസുൽ ഉലമ അടക്കമുള്ള ഈ ഇന്ത്യത്തെ നേതാവായിട്ടുള്ള സുൽത്താനുൽ ഹിന്ദ് അടക്കമുള്ള സകല മഹാന്മാരുടെ കാവലും ഈ മജ്ലിസ് അല്ലാഹു തരട്ടെ. അങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാരെ പിന്നാലെ പോയങ്ങ ലോകത്തിൽ കുടുങ്ങിയ ചരിത്രമേ ഇല്ല. ഞങ്ങളെ കബറിലും ആഖിറത്തും രക്ഷപ്പെടുത്തുന്നത് ആരുണ്ട് കേട്ടെങ്കിൽ ഞങ്ങൾ തുടർന്ന് നിൽക്കണ വലിയ വലിയ ആലിമീങ്ങ ഇല്ലേ. ഞങ്ങളെ വലിയ കാവലാളായ ഭണ്ഡാറ് നാളെ ആഖിറത്തിൽ സിറാത്ത് പാല താട്ടിയിട്ട് എല്ലാ മനുഷ്യന്മാര് കടന്നു പോകുമ്പോ ആലിമായ ഒരാളെ പടച്ച റബ്ബ് ചൊല്ലുക, നീനെവിടെ കാണു പോണ്ടെനില്ലേ, നിന്റെ കൂടെയുള്ള ആൽമാരെ നീന് വിളിച്ചോണ്ട് പോ. അയക്കുള്ള പെർമിറ്റും പെർമിഷനും നിക്കൊണ്ടു ചെന്നിട്ട് അധികാരം കൊടുക്കുന്ന ഒരാളുണ്ട്. ആരാണത്? പടച്ച റബ്ബ് കുബേനായി പഠിച്ച് ആ പഠനത്തെ എല്ലാവർക്കും എത്തുപാട്ടിയ ആലിമാ. ഞങ്ങളെ ഖബർ ജീവിതം രക്ഷപ്പെടണ്ടേ, ഞങ്ങളെ ആഖിറം രക്ഷപ്പെടണ്ടേ, ഞങ്ങളെ മരണം രക്ഷപ്പെടണ്ടേ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണം അല്ലാഹ്. ഇബ്നുൽ ലഖാൻ റഹിമഹുല്ലാഹ് മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോ മുൻകറും നകീർ ചോദിക്കുക പറയുമ്പോ ചോദ്യത്തിൽ ഇങ്ങനെ പെടപെടക്കുമ്പോ
ആരും മുത്തറ ചൊല്ലുകില്ലാത്ത ജാഗാണത്, ആരും സഹായിക്കുകയില്ലാത്ത ജാഗാണത്, ഒരു ബെൽച്ച പോലും ഇല്ലാത്ത ജാഗാണത്. മുൻകർ നക്കീർ വന്നിട്ട് ഇബ്നുൽ ലഖാൻ റഹിമഹുല്ലയുടെ ചോദ്യം ചോദിക്കുക ഇങ്ങനെ നിൽക്കുമ്പോ ദൂരത്തെ ഒരാള് ഖബറിൽ വന്നുകൊണ്ടുണ്ട്. ആ വന്ന ആള് മുൻകർ നക്കീർ മുന്നൊരു ചൊല്ലു തനഹയാ അൻഹു, ഓ രണ്ട് മലക്കുകളെ മാറി നിക്കറൂ, മാറി നിക്കറൂ, വിട്ടു നിക്കറൂ. ഇത് രണ്ട് മദ്ഹബിടെ തഖ്ലീദാക്കിയ മഹാനാണ്, ഇത് ഇബ്നുൽ ലഖാനാണ്. ഇബ്നുൽ ലഖാൻ നിങ്ങൾ ചോദ്യം ചെയ്യണ്ട. പടച്ച റബ്ബേ, അതുപോലെയുള്ള സ്വാലിഹീങ്ങളല്ല, അതുപോലെയുള്ള ബന്ധമൊന്നും ഞങ്ങൾക്കില്ല. ചെറിയ ചെറിയ പ്രതീക്ഷകൾ മാത്രം ഞങ്ങളെ മുന്നിലാനുള്ള അല്ലാ, നീ ഖായിബാക്കല്ല റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുസ്മരിച്ച സർവ്വ സ്വാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറം നീ സലാമത്താക്കി തരണു അല്ലാ. മരിക്കുമ്പോ ഹുസ്നുൽ ഖാത്തിമ തരണു അല്ലാ. മരിച്ചിൽ പിന്നെ ഖബറിൽ നീ രക്ഷ തരണു അല്ലാ. ആഖിറത്തിൽ എത്തിപ്പെട്ടെങ്കിൽ ഉലമാടെ ശഫാഅത്ത് കിട്ടിയ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണു അല്ലാ. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ദീർഘനേരം നമ്മൾക്ക് നസീഹത്ത് പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട മുഈനി ഉസ്താദിന് ആദരം നന്ദികൾ.